മോശ എന്ന് പറയുമ്പോൾ നമുക്ക് പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നല്ലതാണ്. മോശ ഒരു പാസ്റ്ററായിരുന്നു, ഒരു ലീഡറായിരുന്നു, അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. മോശ ഒരു കൗൺസിലറായിരുന്നു, ഒരു മീഡിയേറ്റർ ആയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ മോശയെപ്പറ്റി നമ്മുടെ മനസ്സിൽ വരാം. എന്നാൽ ഇന്ന് നമ്മുടെ സഭയ്ക്ക് ഈ ദിവസങ്ങളിലായിട്ട് ഏറ്റവും ഉചിതമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോശ ഒരു മീഡിയേറ്റർ എന്ന് വെച്ചാൽ പ്രാർത്ഥനാവീരനായിരുന്നു. മോശ ജനങ്ങൾക്കും യേശുവിനും ദൈവത്തിനും മധ്യത്തിലിരുന്ന് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് മോശയെപ്പറ്റി കാണാൻ കഴിയും. ഓക്കെ, മോശ ദൈവം ഏറ്റവും സ്നേഹിച്ച ഭൂമിയിലെ ഒരു മനുഷ്യനായിരുന്നു മോശ. അത് ദൈവം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ദൈവം തുറന്നു പറയുകയും ഇസ്രായേൽ മക്കൾ കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അയ്യോ, മോശ എങ്ങനെ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. ഭക്തനായ ഒരു മനുഷ്യന്റെ ജീവിതം അതാണ്. മോശ ഒരു നല്ല പാസ്റ്ററായിരുന്നു, മോശ ഒരു നല്ല ലീഡറായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് മോശയ്ക്കുണ്ട്. അപ്പം അപകടം ഉണ്ടാകാതെ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്തതൊക്കെ മോശയുടെ പ്രാർത്ഥനയാണ്. ആമേൻ. അല്ലാതെ ഇസ്രായേൽ മക്കൾക്ക് പറയാൻ ഞങ്ങൾക്ക് അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ഈ ചെങ്കടലില്ലാതെ ഞങ്ങളെ രക്ഷിക്കത്തില്ലായിരുന്നോ, അല്ലെങ്കിൽ ഈ പട്ടിണിയില്ലാതെ ഞങ്ങളെ രക്ഷിക്കത്തില്ലായിരുന്നോ, വെള്ളം തരാതോണോ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ദുരിതപ്പെടുത്തുന്നത്, ഞങ്ങളെ രക്ഷിക്കത്തില്ലായിരുന്നോ എന്നൊക്കെ ഇസ്രായേൽ ജനം ചോദിക്കും. പക്ഷെ ദൈവത്തിനൊരു മറുപടിയുണ്ട്. മോശ പ്രാർത്ഥിച്ചു. അങ്ങനെ മോശ പ്രാർത്ഥനാവീരനായി. അവർ മോശയുടെ മഹത്വം, ദൈവമഹത്വം മോശയിലൂടെ അവർ കാണുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. അപ്പോൾ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റുള്ളവർക്കൊരു പാഠം എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെ ദൈവത്തിന്റെ ജനത്തെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മോശയിലൂടെ നമുക്കത് ഇന്ന് കാണാൻ കഴിയും. എനിക്ക് എന്നെപ്പറ്റിയുള്ള പരാതിയാണ്, പഴയ നിയമത്തിൽ നിന്ന് ഞാൻ അധികം പ്രസംഗിക്കാറില്ല എന്ന്. പുതിയ നിയമമാണ് കൂടുതൽ പ്രസംഗിക്കുന്നത്. കാരണം എനിക്ക് ചെറിയ പ്രായം തൊട്ട് പുതിയ നിയമത്തോട് ഒരു ഭയങ്കര താല്പര്യമാണ്. പഴയ നിയമത്തോട് താല്പര്യം കുറവല്ല, പഴയ നിയമത്തോട് എനിക്ക് വളരെ താല്പര്യമാണ്. അതും ദൈവത്തിന്റെ വചനമാണ് ഈക്വലി ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ടൊരു പ്രത്യേക ഒരു താല്പര്യം അങ്ങോട്ടുള്ളതുകൊണ്ട്. എന്നാൽ ഞാൻ പഴയ നിയമത്തിൽ നിന്ന് തന്നെ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം വായിച്ച വാക്യം ആരും വായിക്കണ്ട, എല്ലാവരും നോക്കിയാൽ മതി. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിലാണ്. അത് ഞാൻ തന്നെ വായിച്ചോളാം, വേറെ ആരും വായിക്കണ്ട. 17 അധ്യായം. ആരെങ്കിലും ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവർ സ്ക്രീനെ നോക്കിയാൽ മതി. ബൈബിൾ കൊണ്ടുവരാത്തവർക്കുള്ള ശിക്ഷയത്. ഓക്കെ. യഹോവ മോശയോട് 17 വാക്യം, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. അതിന് അവൻ, ഞാൻ എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് അവൻ കൽപ്പിച്ചു. ഇതാ, എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുമ്പോളും എന്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളി ചെയ്യുന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാൻ കഴിയും. ഒന്ന്, ദൈവത്തെ കാണുവാൻ ആർക്കും സാധിക്കുകയില്ല. ഇപ്പോൾ ഉള്ള ചില പ്രസംഗകർ വന്ന് പറയാറുണ്ട്, ഞാൻ ദൈവത്തെ കണ്ടു, ദൈവത്തോട് സംസാരിച്ചത്. പക്ഷെ തിരുവചനത്തിൽ പറയുന്നു ദൈവത്തെ കാണുവാൻ ആർക്ക് സാധിക്കുകയില്ല. ദൈവം കൺസിഡർ ചെയ്ത ഏറ്റവും വലിയ ഭക്തനായ മോശയ്ക്ക് പോലും ദൈവത്തിന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല. മോശയ്ക്ക് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എന്റെ മുഖം കാണാനുള്ള ശേഷി നിനക്കില്ല, നീ കരിഞ്ഞു പോകും, അതുകൊണ്ട് ചെറിയൊരു ഇമേജ് മാത്രം ഞാൻ നിന്നെ കാണിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പൊ പലരും ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ വചനം നമ്മൾ ഓർക്കണം. ദൈവത്തെ കാണാൻ കഴിയുമോ? ഇല്ല. അത് കൺഫ്യൂഷനായോ? പലരും പറയുന്നു ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷെ ദൈവവചനം പറയുന്നു ദൈവത്തെ കാണാൻ കഴിയുകയില്ല. ആർക്ക് കാണാൻ കഴിയില്ലെന്ന? ഏറ്റവും ഭക്തനായ മോശ പോലും. ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ സ്റ്റഡിയിൽ മോശയെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിനോട് ഏറ്റവും സാമ്യമുള്ള ആള് പഴയ നിയമത്തിലെ മോശയാണ്. ഏറ്റവും സാമ്യമാണ്. യഹൂദന്മാരോട് ഇപ്പൊ ചോദിച്ചാലും അവർ പറയും ഞങ്ങള് മോശയുടെ ആളുകളാണ്. പുതിയ നിയമത്തിലെ ആൾക്കാരോട് ചോദിച്ചാൽ എന്തോ പറയും? യേശുവിന്റെ ആൾക്കാരാണ്. ഉറക്കെ പറഞ്ഞേ, യേശുവിന്റെ ആൾക്കാരാണെന്ന് പറയും. ഞങ്ങൾ യേശുവിന്റെ ആളുകൾ പറഞ്ഞിട്ട് എല്ലാവരും യേശു. പഴയ നിയമത്തിലെ ആളുകൾ പറയും മോശ എന്ന് വെച്ചാൽ അതുപോലെ സാമ്യമുണ്ടായിരുന്നു. ഈ മോശയോടാണ് ദൈവം പറയുന്നത് നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയില്ല. അതുപോട്ടെ. എന്നാലും ഇത്രത്തോളം ദൈവത്തിന്റെ തേജസ് കണ്ടിട്ടുള്ള ഒരു വ്യക്തി മോശ മാത്രമേ ഉള്ളൂ. മറ്റാർക്കും അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും ദൈവത്തിന്റെ തേജസ് കാണത്തക്ക നിലയിലേക്ക് മോശ വന്നു എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമാണ്. എങ്ങനെ മോശ വന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. മോശയ്ക്ക് ദൈവ തേജസ് കാണുന്നതിന് മുമ്പായിട്ടുണ്ടായ ചില അനുഭവങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുറെ അനുഭവങ്ങളുടെ ക്ലൈമാക്സ് ആണ് ദൈവത്തെ കാണുക എന്നുള്ളത്. ദൈവത്തെ കാണുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ
അത് കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും കാണാനില്ല. ദൈവത്തെ കണ്ടാൽ പിന്നെ വേറെ ഒന്നും കാണാനില്ല. പലരും പല കാര്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തെ കണ്ടാൽ പിന്നെ അവനൊന്നും വേണ്ട. അങ്ങനെ മോശ ദൈവത്തെ കണ്ടു. മോശ ദൈവത്തെ കാണാൻ ഇടയായി. അതിനു മുമ്പുള്ള ചില സാഹചര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ഇവിടെ വീണ്ടും ആമേൻ പറയണം. അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞു. നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞു. നമ്മളന്ന് ദൈവത്തോട് എന്തോ പറയും? ദൈവം വന്ന് പറയുകയാണ്, അതായത് 17 വാക്യം നമ്മളോട് പറയുകയാണ്, നീ പറഞ്ഞ വാക്കുപോലെ നീ എന്തോ ചോദിച്ചോ അതെല്ലാം ഞാൻ തരും, എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു എന്ന് പറയുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ എന്തോ പറയും? നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന വേറെ, എന്റെ മോക്ക് നല്ലൊരു കല്യാണം നടക്കണം, എന്റെ മോന് നല്ലൊരു ജോലി കിട്ടണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. ഈ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ കുട്ടികളോട് പറയുന്ന ചില കഥകളുണ്ട്. ഒരു മനുഷ്യന്റെ അടുത്ത് വന്ന് ദൈവം വന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ദേവി വന്ന് ചോദിച്ചു, നിനക്ക് എന്താണ് ആഗ്രഹം, നിന്റെ ആഗ്രഹം പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി, ഇങ്ങനെ ഓരോന്നൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. ഒരാളോട് ചോദിച്ചു, ഒരാഗ്രഹം മാത്രം പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾക്ക് പല ആഗ്രഹങ്ങളാണ് മനസ്സിൽ. ഒരു വീട് വേണം, ഒരു കുഞ്ഞ് വേണം, എന്നിട്ടിങ്ങനെ നല്ല മനോഹരമായ തോട്ടം അല്ലെങ്കിൽ വലിയ എസ്റ്റേറ്റ് ഒക്കെ വേണമെന്നുള്ള ആഗ്രഹം വരുന്നു. അപ്പോൾ അയാളോട് വന്ന് ദൈവം ചോദിച്ചു, നിന്റെ ഒരാഗ്രഹം പറഞ്ഞു, ഇതിലേതാ പറയുന്നത്? അയാൾ പറഞ്ഞു, എനിക്ക് മനോഹരമായ ഒരു വീടിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ട് ഈ വലിയ തോട്ടങ്ങളൊക്കെയും കാണാൻ ഇടയാക്കണമെന്ന് പറഞ്ഞപ്പോ അത് സാധിച്ചു കൊടുത്തതായിട്ട് നമുക്ക് അത് കഥയാ കേട്ടോ, നോട്ട് എ സീരിയസ് തിങ്. അങ്ങനെ ദൈവം വന്ന് നമ്മളോട് ചോദിക്കുന്നില്ല, ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. മോശയോട് ദൈവം ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മോശ പറയുകയാണ്, എനിക്ക് നിന്റെ തേജസ് കാണണമെന്ന്. മോശയുടെ ജീവിതത്തിൽ അവസാനത്തെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ദൈവത്തിന്റെ തേജസ് കാണണം. ദൈവമക്കളെ, ദൈവത്തിന്റെ തേജസിന്റെ ഒരു അംശം മാത്രമേ മോശ കണ്ടുള്ളൂ. നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? പാസ്റ്ററോട് എല്ലാവരും ആരാധിക്കുക, കൈയടിക്ക്, സ്തോത്രം പറ എന്ന് പറയുന്നത് കൊണ്ടാണോ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? അതോ നല്ല കൈയടി ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ കൈയടിക്കാൻ നല്ല സുഖമാണ്, അപ്പൊ നമുക്ക് എന്തൊക്കെയോ ഒരു അനുഭവം പോലൊക്കെ തോന്നും. അല്ലെങ്കിൽ നല്ല രാഗത്തിലുള്ള പാട്ട് കേട്ടാല് നമുക്ക് തോന്നും, അയ്യോ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. അങ്ങനെയാണോ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന്റെ തേജസ് മൊത്തമായിട്ട് കണ്ടതുകൊണ്ടല്ല. ദൈവ തേജസിന്റെ ഒരു അംശം നമ്മൾ, അയ്യോ ദൈവത്തിന്റെ തേജസിന്റെ ഒരു അംശമെങ്കിലും എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ, അതുകൊണ്ട് ഈ തേജസിനെ ഞാൻ ആരാധിക്കുന്നു, ഈ തേജസിന്റെ ഉടയവനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. അങ്ങനെയാണ് ആരാധന പുറത്തോട്ട് വരുന്നത്. ഇനി ചിലരുടെ എത്ര ശ്രമിച്ചാലും ആരാധന പുറത്തോട്ട് വരാത്തത് എന്താണെന്നറിയാമോ? ഇത് കണ്ടിട്ടില്ല, അതുകൊണ്ടാ. ദൈവത്തിന്റെ തേജസ്സിനെ പറ്റി ഒന്നും അറിയത്തില്ല. ചില വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്, ഞാനൊരു ഒത്തിരി വർഷിപ്പ് ലീഡേഴ്സിനെ ഞാൻ കാണുകയും സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്താണ്. ചില വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്, അവർക്ക് ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ എന്തോ എന്ന് പോലും അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ അവർ സ്റ്റേജിൽ കയറുന്നതുകൊണ്ട് അങ്ങോട്ട് തകർക്കും. എന്തായി ചെയ്യുന്നത്? ഇവര് കൈ പൊക്കാൻ പറയുമ്പോൾ എല്ലാവരും കൈ പൊക്കും, അതാണോ ആരാധന? ഇവർ കൈ അടിക്കാൻ പറയുന്ന എല്ലാവരും കൈ അടിക്കും. ഇവർ വിസിലടിക്കുന്ന അവിടെ നിന്ന് എല്ലാവരും വിസിലടിക്കും. ഈ സെയിം ആൾക്കാർ സിനിമാ തിയേറ്ററിൽ പോയാൽ അവിടെയും ചെയ്യും, ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പോയാൽ അവിടെയും ചെയ്യും, പിന്നെ ഇഷ്ടമുള്ള ഏത് പരിപാടി കണ്ടാലും അവിടെ എല്ലാം ചെയ്യും ഈ ആൾക്കാർ. ഇവർ തന്നെ ആലയത്തിലോട്ട് വന്ന് അവിടെ നിന്ന് വർഷിപ്പ് ലീഡറിനോടൊപ്പം അവിടെ നിന്ന് ഡാൻസ് കളിക്കും, ഇത് പാട്ട് പാടും, ഏതൊക്കെ ചെയ്യും. അതൊക്കെയാണോ ആരാധന? ആരാധന എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. ദൈവത്തിന്റെ തേജസ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക വികാരമാണ് ഈ ആരാധന. അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഇനി ദൈവത്തിന്റെ തേജസ് കണ്ടില്ല, പിന്നെ നമ്മൾ എന്തോതിനെ ആരാധിക്കുന്നത്? ഒരു സാധാരണ ദൈവത്തെ അങ്ങനെ ആരാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരാധനയുടെ വലിപ്പം കൂടുന്നത് ദൈവത്തിന്റെ തേജസ് നമ്മൾ കാണുമ്പോഴാണ്. മോശയുടെ അവസാനത്തിലേക്ക് എന്ന് വെച്ചാൽ ഇതുവരെയുള്ള ജീവിതത്തിന്റെ അവസാനം, അല്ലെങ്കിൽ മോശയുടെ ജീവിതത്തെ ഈ വായിച്ച വാക്യം വരെയായിട്ട് നമ്മൾ തീർക്കുകയാണെങ്കിൽ അവിടെ വരുമ്പോൾ മോശ പറയുന്ന കാര്യം, എനിക്ക് ദൈവത്തിന്റെ തേജസ് കാണണം എന്നാണ് പറയുന്നത്. മോശ അപ്പോൾ ദൈവത്തിന്റെ തേജസ് കാണുന്ന വിധമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. 33-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം. അതിനു മുമ്പായിട്ട് മോശ കടന്നുപോയ ചില സാഹചര്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. 31-ാം അധ്യായം മുതൽ ഞാൻ തന്നെ വായിച്ചോളാം വാക്യങ്ങളെല്ലാം, വേറെ ആരും വായിക്കണ്ട. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഊരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളാത്ത ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് ഈ ഭാഗങ്ങളിൽ ഏറ്റവും സന്തോഷം പകർന്ന ഒരു വാക്യങ്ങളാണ് ഈ വായിച്ചത്. ദൈവം ചിലർക്ക് ചില സിദ്ധികൾ കൊടുക്കും, ചില പ്രത്യേക കഴിവുകൾ, ചില പ്രത്യേക താലന്തുകൾ കൊടുക്കും. എന്നിട്ട് ദൈവം മോശയോട് പറയുകയാണ്, ജ്ഞാനവും ബുദ്ധിയും സകലവിധ സാമർഥ്യവും കൊണ്ട് അവനെ ഞാൻ നിറച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വായിച്ചപ്പോൾ, ഇത് ആദ്യം എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ആദ്യം വായിച്ചപ്പോൾ ഞാൻ വലിയൊരു ഭാരത്തിൽ കൂടെ പോവുകയായിരുന്നു. എല്ലാവർക്കും അറിയാം എന്താണ് ഭാരം എന്ന്.
ദൈവം എനിക്കും ചെറിയൊരു ജ്ഞാനവും അറിവും ഒക്കെ തന്നു. പാട്ടുകളൊക്കെ എഴുതാൻ, പാട്ടെഴുതി CD ആക്കി അത് പലതും വീട്ടിലിരിക്കുകയാണ്. വലിയ വിൽപ്പന നടക്കാതെ വരുന്നുണ്ടെങ്കിൽ ആർക്കും ഉണ്ടാകുന്ന പോലൊരു ഭാരം. എന്നാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ഒരാളെ അതുകൊണ്ട് നിറച്ചാൽ ദൈവം അതിന് ബാക്കി കാര്യങ്ങൾ ക്രമീകരിച്ചോളും എന്ന് എനിക്ക് ആ കാര്യം ഉറപ്പാണ്. ദൈവം പ്രവർത്തിക്കും. പലപ്പോഴും വലിയ ഭാരം ഈ വിഷയത്തിൽ അനുഭവപ്പെടാറുണ്ട്. പാട്ടുകളൊക്കെ എഴുതി വീട്ടിൽ വെച്ചേക്കാന്നല്ലോ, CD ആക്കി വീട്ടിൽ വെച്ചേക്കാന്നല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. എന്നാൽ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവമാണ് ഒരാൾക്ക് കഴിവുകൾ കൊടുക്കുന്നത്. ഒരു ദിവസം പൗലോസങ്ങൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടാണ് പിന്നെ എന്തിനാ ഇതിനൊക്കെ പോകുന്നതെന്ന്. അത് വളരെ ഒരു അർത്ഥവത്തായ ചോദ്യമാണ്. ഞാനും അത് എന്നോട് എന്നും ചോദിക്കാറുണ്ട്, എല്ലാ ദിവസവും ചോദിക്കാറുണ്ട്, കഴിയുമെങ്കിൽ ഓരോ മണിക്കൂറിലും ചോദിക്കാറുണ്ട്, എന്തിനാ ഈ മെനക്കേടിനൊക്കെ പോകുന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ദൈവം ഇങ്ങനെ ഈ പറയുന്ന വാക്യം പോലെ ഇതങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടക്കി വെക്കാൻ പറ്റിയല്ല. ഇത് നമ്മൾ ഉപയോഗിച്ചാലേ പറ്റൂ. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ ടെൻഷനും ആവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവം നമുക്ക് കഴിവുകൾ തന്നാൽ കഴിവുകളുടെ കൂടെ ദൈവം തരുന്ന മറ്റൊരു കാര്യമാണ് അതിനോട് ചേർന്നുള്ള ചില ടെൻഷൻസ്. ഒരു കഴിവില്ലാത്തവർക്ക് എന്തോ ടെൻഷൻ എന്തുവാ, പക്ഷെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അതിന്റെ പേരിൽ ടെൻഷൻസ് ഉണ്ടാകും. നമ്മൾ പഠിക്കാൻ പോയാൽ മാത്രമേ ടെൻഷൻ ഉണ്ടാകുള്ളൂ. പഠിക്കണമല്ലോ എന്നുള്ള ടെൻഷൻ, മാർക്കിനെ സംബന്ധിച്ച്. പഠിക്കാൻ വീട്ടിലിരിക്കുന്നതിന്റെ ടെൻഷൻ തന്നെ ഇല്ലയോ? അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഇടപെടുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്. ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നാൽ എന്തോ ടെൻഷൻ എന്തുവാ? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പേരിൽ ടെൻഷൻ ഉണ്ടാകും. ആരും ഒന്നും പേടിക്കണ്ട എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ പുറത്ത് ടെൻഷൻസ് ഉണ്ടാകും. പക്ഷെ അവിടെ നമ്മൾ കാണുന്നു, ദൈവമാണ് അവനെ ആ ജ്ഞാനം കൊണ്ട് നിറച്ചത്. അതുകൊണ്ട് അവനെ ദൈവം പ്രത്യേകം വിളിച്ചെന്നാ പറഞ്ഞേ. അവനോട് നേരിട്ടല്ല സംസാരിച്ചത്. മോശയോട് പറയുകയാണ്, അവനെ ഞാൻ പ്രത്യേകം വിളിച്ചേക്ക്. എന്തിനാ? സമാഗമന കൂടാരം പണിയാൻ അവന് പ്രത്യേക സിദ്ധിയ. മരപ്പണികളിൽ, കൊത്തുപണികളിൽ അവന് ചില വൈദഗ്ധ്യമുണ്ട്, ചില രാഗങ്ങളിൽ അവന് ചില പിടുത്തമുണ്ട്. ഇതൊക്കെ ഞാൻ അവന് കൊടുത്തതാണ്. എന്തിനാന്ന് ചോദിച്ചാൽ സമാഗമന കൂടാരം പണിയാൻ. സ്തോത്രം. അതുകൊണ്ട് ദൈവം നമുക്ക് ഓരോ കഴിവുകൾ, ഓരോ ഉത്തരവാദിത്തങ്ങൾ തരുമ്പോൾ അതിന്റെ പേരിലുണ്ടാകുന്ന ടെൻഷൻസ്, അതിന്റെ പേരിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഓർത്ത് ആരും ഭാരപ്പെടേണ്ട. ദൈവം നമ്മളെ അത് ഏൽപ്പിച്ചതാ, അതങ്ങോട്ട് ഏറ്റെടുത്തേച്ചാൽ മതി. നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോഴേ കുഴപ്പം. ദൈവം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ തന്നാൽ അത് ഏറ്റെടുത്ത് ധൈര്യസമേതം അതങ്ങോട്ട് ചെയ്യണം. കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഇവനെ കൊത്തുപണിക്കാരനാക്കി വിളിച്ചതും അവനതിനുള്ള കഴിവ് കൊടുത്തതും അവൻ നല്ല പയ്യനാ, നല്ല അറിവും ഒക്കെ ഉണ്ട്, എല്ലാം കൊടുത്തത് ദൈവമാണ്. അത് നമ്മളങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. ഉപയോഗിക്കുന്നുണ്ടെ ഭാരങ്ങൾ മാറും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണല്ലോ എനിക്ക് ടെൻഷൻ വന്നത്, എനിക്ക് ബുദ്ധിമുട്ട് വന്നതെന്ന് ആരും ചിന്തിക്കേണ്ട. ഇത് ദൈവമാണ് നിന്നെ ആ സ്ഥാനത്ത് എത്തിച്ചത്. അതുകൊണ്ട് അതിലൂടെ പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. എനിക്ക് വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു വാക്യങ്ങളാണിത്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനൊന്നുമില്ല. ആരും അധികം ഒന്നും ശ്രദ്ധിക്കുന്ന കാര്യമല്ല അവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരു വലിയ മഹത്തായ ജോലിക്ക് വേണ്ടിയാണ് മോശയിലൂടെ കർത്താവ് ഈ ഒരു മനുഷ്യനെ, ബസലേലിനെ കർത്താവ് വിളിച്ചത്. ഒരു വലിയ ഉത്തരവാദിത്വം അവനെ ഏൽപ്പിച്ചിട്ടാണ് ദൈവം ബസലേലിനെ വിളിച്ചത്. അതുപോലെ ഏതെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന്റെ പേരിൽ ടെൻഷൻ അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബസലേലിനെ വിളിച്ച് അതേ വിളിയാ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. ആരും ഒന്നും പേടിക്കണ്ട. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരു വലിയ ജോലി ചെയ്യുവാൻ, ഒരു വലിയ ദൗത്യം ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. 6-ാം വാക്യത്തിൽ ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ ഒഹോലിയ, എനിക്കിതാ ഞാൻ പഴയ നിയമം അധികം വായിക്കാത്തത്, അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിൽ ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. അപ്പൊ ദൈവം കൽപ്പിച്ചത് ഉണ്ടാക്കണമെങ്കിൽ ദൈവജ്ഞാനം കൊടുത്ത ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിന്റെ ജ്ഞാനപ്രകാരം നമ്മൾ മുമ്പോട്ട് പോയാൽ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ആരുമായിട്ടെങ്കിലും ബന്ധപ്പെട്ടതാണെങ്കിൽ അവർ ആമേൻ പറഞ്ഞോണം. ഞാൻ കേൾക്കാനല്ല, അവർ ദൈവത്തെ സ്തുതിച്ചോണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ച് ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, 12-ാമത്തെ വാക്യം അവിടെ മുതൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ കാര്യം പിന്നെ എടുത്തെടുത്ത് പറയുകയാണ്. സഭായോഗത്തിന് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരെല്ലാം ചെവി അടച്ചിരുന്നോണം. കണ്ടിന്യൂസ് ആയിട്ട് സഭായോഗത്തിന് വരുന്നതിൽ തടസ്സം നേരിടുന്നവര്, തടസ്സങ്ങളിൽപ്പെട്ട് ഉഴലുന്നവരെല്ലാം ചെവി അടച്ചിരുന്നോണം. അവർക്കുള്ള മെസ്സേജാണിത്. അവർ കേൾക്കരുതല്ലോ, കേട്ടാ പിന്നെ അതിലും ബുദ്ധിമുട്ടാവും. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചു, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, നിങ്ങൾ എന്റെ ശബ്ബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അവ തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരടയാളമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ശബ്ബത്ത് ആചരിക്കണം. അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. 6 ദിവസം വേല ചെയ്യണം. എന്നാൽ 7-ാം ദിവസം സ്വസ്ഥമായുള്ള ശബത്തായി യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. ആരെങ്കിലും ശബത്ത് നാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബത്തിനെ നിത്യ നിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബത്തിനെ പ്രമാണിക്കണം. അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു. 6 ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത്. 7-ാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു വിശ്രമിച്ചു.
എങ്ങനെയുണ്ട് സാധനം? പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ വാക്യം. ഞായറാഴ്ച എവിടെങ്കിലും കല്യാണം ഉണ്ടെ പൊക്കോണം. ഞായറാഴ്ച എവിടെങ്കിലും അതുപോലെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അന്നേരം പൊക്കോണം. സഭായോ അത് അടുത്ത ആഴ്ച വരാം. ദൈവം ഇസ്രായേൽ മക്കളുമായിട്ടൊരു വലിയ നിയമം ചെയ്തേക്കുകയാണ്. ചെറിയ നിസ്സാര കാര്യമല്ല. ആമേൻ. ഇത്രയും നാൾ ഇത് പിടിച്ച ബൈബിളാണ് നമ്മൾ വീട്ടിൽ വായിച്ചത്. ഇത് എഴുതിയിരുന്ന ബൈബിൾ കണ്ടില്ലെന്നല്ലേ ഉള്ളൂ. ദൈവം പറയാണ് വെരി ഇമ്പോർട്ടന്റ്. ഞായറാഴ്ച വിശുദ്ധമായി. ചിലര് ഉച്ചവരെ ആരാധനയ്ക്കോട് ഉച്ച കഴിഞ്ഞ് പോയി കട തുറക്കും. ദൈവം പറയുന്നത് അന്ന് വിശ്രമിക്കുക. അന്ന് മുഴുവൻ ദൈവത്തിന് വേണ്ടിയുള്ളതാ. അന്ന് കുടുംബമായി നിങ്ങളങ്ങ് എൻജോയ് ചെയ്തോ, വീട്ടിലിരുന്നോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അന്ന് ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ആ ദിവസം മാറ്റിവെക്കണം. ശബത്ത് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ശനിയാഴ്ചയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ, പുതിയ നിയമത്തിൽ നമ്മളത് ഞായറാഴ്ച ഒന്നാമത്തെ ദിവസം തന്നെ ദൈവത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് വന്നു. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞിട്ട് മതി ബാക്കിയെന്നുള്ളതെന്നായി. അതുകൊണ്ട് ഞായറാഴ്ച ആരും ജോലി ചെയ്യാനോ, ഇപ്പോഴത്തെ കാലത്ത് വന്നപ്പോഴേ ഞായറാഴ്ചകളിലായി ട്രെയിനിങ് ക്ലാസ്സുകള്, പിന്നെ കോച്ചിങ്ങുകള്, ഇതൊക്കെ ഉള്ളത്. അപ്പൊ അതിനൊക്കെ പോകണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. അതിനിപ്പോ എന്തോ നമ്മൾ മറുപടി പറയുന്നത്? ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ് എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. അതിന് പോണോ പോകണ്ടായോ? പറഞ്ഞാട്ടെ. പോണോ പോകണ്ടായെന്ന് ചോദിച്ചാൽ നമുക്കൊരു മറുപടിയേ ഉള്ളൂ. അതൊന്നും നമുക്കറിയത്തില്ല. ബൈബിളിൽ ഇങ്ങനെ പറയുന്നത് അവനോ തീരുമാനിച്ചോണം. അത്രയല്ലേ ഉള്ളൂ. ഇനി പാസ്റ്റർ പറഞ്ഞു പോകണ്ടെന്ന്. അവസാനം ആ ചെറുക്കിന് പോകാൻ പറ്റിയില്ല, എൻട്രൻസ് ചെയ്ത് കിട്ടിയുമില്ല. അവസാനം കുറ്റമില്ല, പാസ്റ്റർ തലയിലാവും. അതുകൊണ്ട് പാസ്റ്റർ അങ്ങ് ഒഴിഞ്ഞു നിന്നേക്കാം, എന്തെങ്കിലും ചെയ്തു. ബൈബിളിൽ ഇങ്ങനെ പറയുന്നത് കുഴപ്പമില്ലല്ലോ. ഓക്കെ. അങ്ങനെ മോശ ചില ഇതുപോലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മോശ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് 32-ാം അധ്യായം മുതൽ. എന്നാൽ മോശ പർവ്വതത്തിൽ നിറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന്. മോശ പർവ്വതത്തിൽ എന്തെടുക്കുക? ദൈവത്തോട് സംസാരിക്കുകയാണ്. മോശയും ദൈവവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ക്വിക്ലി റെസ്പോണ്ട് ചെയ്യണം. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. മോശയും ദൈവവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോശയോട് ദൈവം വലിയ വലിയ കൽപ്പനകൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ കണ്ട രണ്ടെണ്ണം, ഒത്തിരി കാര്യങ്ങളുണ്ട് അതിന് മുമ്പോട്ട്. നമ്മൾ കണ്ട 2 കാര്യം. ഒന്ന്, ബെസലേലിനെ തെരഞ്ഞെടുത്തു. വലിയ കാര്യമാണ്. 2, നമ്മൾ കണ്ടു ശബത്ത് നാളിനെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവം അതിന് വളരെ പ്രാധാന്യം. അവിടെ മാത്രമല്ല, ഇനിയുള്ള പല വാക്യങ്ങളും നമുക്കത് തന്നെ കാണാൻ കഴിയും. വളരെ ഇമ്പോർട്ടന്റ്. 32-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് ജനങ്ങളെല്ലാം കൂടെ ചെന്ന് അഹറോനോട് പറഞ്ഞു, അങ്ങനെ പോയ കാര്യം നടക്കുകയല്ലോ, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിനൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അപ്പൊ ഈ ഇസ്രായേൽ മക്കളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒന്ന് കണ്ടോണ്ടേ ആരാധന വരത്തുള്ളൂ. എന്തെങ്കിലും അവർക്കൊന്ന് കാണണം. അറ്റ്ലീസ്റ്റ് മോശയെങ്കിലും കാണണം അവർക്ക്. അല്ലാതെ അവർക്ക് ആരാധന വരത്തില്ല എന്നുള്ള ഒരു കുഴപ്പമാണ്. നമ്മൾ പലപ്പോഴും ഈ ഹിന്ദു മാർഗത്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടവർക്കുണ്ടാകുന്ന ചെറിയൊരു കുഴപ്പമാണ് ആദ്യ സമയങ്ങളിൽ. എന്താന്ന് വെച്ചാൽ ഈ ഹിന്ദു അമ്പലങ്ങളിൽ ചെന്നാൽ എല്ലാം ഇങ്ങനെ തുളസിത്തറ, വിഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനമുണ്ട്, എന്തെങ്കിലുമൊക്കെ അവിടെ കാണാനുണ്ട് പ്രത്യക്ഷത്തിൽ. അപ്പൊ അവിടുന്ന് വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടോട്ട് വരുന്നത്, ഇവിടെ ആകെ പോയ 2 സ്പീക്കർ ഇരിപ്പുണ്ട്. സ്പീക്കറിനെ എങ്ങനെ ആരാധിക്കുന്നത്? അല്ലാതെ ഇവിടെ ഒന്നും കാണാനില്ല. പിന്നെ മേശയോ അതോ ഇതോ ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് പാസ്റ്റർ അത് ഒന്നുമില്ലാതെ നമ്മളെങ്ങനെ ആരാധിക്കുന്നത്, ശൂന്യതയിൽ ആരാധിക്കുക എന്നൊക്കെ പറയുമല്ലോ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലർക്ക് അനുഭവപ്പെടും. അത് തന്നെയായിരുന്നു ഇസ്രായേൽ മക്കളുടെ കുഴപ്പം. അവർ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മോശയോട് പറഞ്ഞു, അഹറോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തെ കണ്ടോണ്ട് ആരാധിക്കണം, അതുകൊണ്ടൊരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന്. ഇപ്പം അഹറോൻ എന്തോ ചെയ്തു? അഹറോൻ വളരെ നല്ല കാര്യമായിട്ടു. നിങ്ങൾ വളരെ നല്ല, ശരിക്കും പറഞ്ഞാൽ ഞാനിത് കുറച്ച് ദിവസമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാ എനിക്കൊരു കൺഫർമേഷൻ ആയത്. ഏതായാലും നിങ്ങൾക്കും അത് വേണമല്ലോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആഭരണം കൊണ്ടുപോര്, എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി, ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി നമുക്ക് ദൈവത്തെ അങ്ങ് ആരാധിക്കാം എന്ന് പറഞ്ഞു അഹറോൻ അതിന് സമ്മതം മൂടി. ഇതാണ് ഈ അസിസ്റ്റന്റ് പാസ്റ്റേഴ്സിന്റെ കുഴപ്പം. മെയിൻ പാസ്റ്റർ മോശ, മെയിൻ പാസ്റ്റർ ഇല്ലാത്ത സമയം നോക്കി അസിസ്റ്റന്റ് പാസ്റ്റർ വരെ വഴിതെറ്റിച്ചു. ഈ അസിസ്റ്റന്റ് പാസ്റ്റർമാർ എപ്പോഴും വഴിതെറ്റിക്കും. അതുകൊണ്ട് ഇവിടെ അസിസ്റ്റന്റ് പാസ്റ്റർമാരില്ലാത്ത ഈ മോശയുടെ സ്വന്തം ബ്രദർ തന്നെയാ. പക്ഷെ എന്താ കുഴപ്പം? ദർശനം കിട്ടിയത് ആർക്കാ? ഇനി ഓർത്തോണേ, ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ആരോടാ? അഹറോനോടാ കൂടുതൽ ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ മോശ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോപവും തെറിവിളിയും, അത് കഴിഞ്ഞ് ഈ സാധനമൊക്കെ ഇട്ട് തോട്ടയ്ക്ക് വേറെ താഴോട്ട് വരുമ്പോൾ വലിയ രസകരമായ ഒരു കാര്യമുണ്ട്. ഈ കാളക്കുട്ടിയൊക്കെ അത് നേരത്തെ അങ്ങ് പറയാ, സസ്പെൻസ് കളഞ്ഞിട്ട് അങ്ങ് പറയാ. ഈ കാളക്കുട്ടിയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കണ്ടപ്പോഴേ മോശ ഇതിനെല്ലാം കൂടെ എടുത്ത് ഉരുക്കി, ഈ കാളക്കുട്ടി എടുത്ത് ഉരുക്കി അതങ്ങോട്ട് വെള്ളമാക്കി ഇസ്രായേൽ ജനത്തെ എല്ലാം കുടിപ്പിച്ച് മോശ. അങ്ങനത്തെ പരിപാടിയാണ് മോശയുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ മോശെ? ഇല്ല. എന്നാ അഹറോനോ, ദൈവമക്കളെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആഭരണങ്ങളെ കൊണ്ടുവരിക, നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു വിഗ്രഹത്തെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കി നമ്മളെല്ലാവരും ആരാധിച്ചു. ഇങ്ങനെ വലിയ പരിപാടികളൊക്കെ ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും ഈ അഹറോനെ പോലുള്ളവരോടാ ജനത്തിന് താല്പര്യം. ഞാൻ ഈ ICPF ഉണ്ടായിരുന്ന സമയത്ത് പല സഭകളിലും പോയി പ്രസംഗിക്കും. ഞായറാഴ്ചകളിലൊക്കെ പല സഭകളിലും പ്രസംഗിക്കും. മറ്റു ദിവസങ്ങളിൽ
സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് മീറ്റിങ്ങിലൊക്കെ പ്രസംഗിക്കും. അപ്പൊ ഞാൻ ഈ പ്രസംഗിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർ വന്ന് എന്നോട് പറയും, ഇപ്പോഴേ ഈ ഒരു ICPF മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആത്മീയ ജീവിതം മുമ്പോട്ട് പോകുന്നത്. എന്താണെന്നറിയാമോ, ഇവരൊക്കെ സഭയിൽ ചെല്ലുന്ന പാസ്റ്റർമാർ നല്ല ലാംഗ്വേജാ പറയുന്നത്, നീയൊക്കെ ഇങ്ങനെ നടന്നു പറയാ പറയുന്നത്. അപ്പൊ ഞാനൊരിക്കൽ പാസ്റ്റർ മാത്യുവിനോട് ചോദിച്ചു, പാസ്റ്റർ എന്റെ പ്രസംഗം കേട്ടിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെയാണല്ലോ പറയുന്നത്, പക്ഷെ പാസ്റ്റേഴ്സിന്റെ കുറ്റവുമാണല്ലോ ഈ പിള്ളേർ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ജോബേ, അത് നിങ്ങളെല്ലാം സ്പിരിച്വൽ അങ്കിൾസ് ആണ്. അതായത് നിങ്ങളെല്ലാം അങ്കിളുമാരെന്തോ പിള്ളേർക്ക് കൊണ്ട് കൊടുക്കുന്നേ? ചോക്ലേറ്റ്സ്. അതേസമയം അപ്പൻ കൊടുക്കുന്നത് വടിയാ, അങ്കിള് കൊടുക്കുന്നത് നല്ല ചോക്ലേറ്റ്. അപ്പൊ ആരോടെ കൂടുതൽ ഇഷ്ടം വരുന്നത്? അങ്കിളുമാരോട്. വടിയും കൊണ്ട് വരുന്ന അപ്പന്മാരെ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല, മുട്ടായും കൊണ്ട് വരുന്ന അങ്കിളുമാരോട് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ചില പിള്ളേർ പറയുന്നത്, എന്നോട് എന്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല എന്ന് പറയുന്നത്, വടിയുള്ളതുകൊണ്ട് എന്ന് പറയുന്നത് പോലെ അഹ്റോനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോക്ലേറ്റ് അങ്കിളാണ്. എന്നാൽ മോശയെ സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിൻ ഉള്ള ഒരു ഫാദറാണ്. ഇനി ആർക്കെങ്കിലും അവിടുത്തെ പാസ്റ്ററെയോ ഇതുപോലത്തെ അപ്പനെയോ ഇഷ്ടപ്പെടാതെ വന്നാൽ അപ്പൻ വടിയെടുക്കുന്നതുകൊണ്ടാണ്. വടിയെടുക്കുന്നവരെ ഇഷ്ടപ്പെടത്തില്ല, അത് നാച്ചുറൽ. എല്ലാ മനുഷ്യരും അങ്ങനെ. പിള്ളേർ മാത്രമല്ല, ഇപ്പൊ പ്രായമുള്ളവർ പിള്ളേരെ കണ്ടോ, പിള്ളേർ കഥ എന്നൊക്കെ പറയാം, നമ്മളെല്ലാം ഇങ്ങനെ തന്നെയാണ്. ആര് വടിയെടുക്കുന്നോ അവരെ ഇഷ്ടമല്ല. അതാണ് അതുകൊണ്ടാണ് ഞാനെന്നല്ല ന്യൂ ലൈഫ് സഭകളിൽ അധികം ഗസ്റ്റ് പാസ്റ്റേഴ്സ് വരാറുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ വിളിക്കാറുണ്ട്, അധികം വിളിക്കാറില്ല. എന്താന്ന് വെച്ചാൽ ഈ ഗസ്റ്റ് പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ദേ കം വിത്ത് ചോക്ലേറ്റ്സ്. അതേസമയം ലോക്കൽ പാസ്റ്റർ കം വിത്ത് കെയിൻ സ്റ്റിക്ക്. അതാണ് കുഴപ്പം. അതുകൊണ്ട് ഈ ഒത്തിരി ചോക്ലേറ്റ് നിന്ന് പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ തട്ടിച്ചു വീർത്ത് ഇങ്ങനെ ഇരിക്കണ്ട. ഫോറിൻ പിള്ളേരെ പോലെ പിള്ളേരൊക്കെ നല്ല ആരോഗ്യമുള്ളവരായിട്ടിരുന്ന് വെച്ചാൽ മതി. ഓടേണ്ടതില്ലയോ, നമ്മളെല്ലാം ഓട്ടക്കളത്തിലാണ്. ഓട്ടക്കളത്തിൽ ഓടണമെങ്കിൽ അപ്പന്റെ ഡിസിപ്ലിൻ ഉണ്ടായാലേ പറ്റൂ, അപ്പന്റെ ശിക്ഷണം ഉണ്ടെങ്കിലേ പറ്റൂ. ആമേൻ. അതുകൊണ്ട് നമുക്ക് അധികം അങ്കിളുമാരൊന്നും വേണ്ട. വരുന്ന അങ്കിളുമാർ നമ്മുടെ ഈ ശിക്ഷണത്തെ സപ്പോർട്ട് ചെയ്യുന്ന അങ്കിളുമാർ മാത്രം മതി. അല്ലെങ്കിൽ നമ്മളൊക്കെ ബ്രോയിലർ ചിക്കനായി പോകും. ഇങ്ങനെ വളർന്ന് ബ്രോയിലർ ചിക്കൻ ഉണ്ടല്ലോ, വണ്ടിയിൽ എടുത്ത് വെച്ചേച്ചാൽ മതി, കെട്ടുപോന്നും വേണ്ട. അതേസമയം നാടൻ ചിക്കനാതെ വണ്ടിയിൽ എടുത്ത് വെച്ചിട്ട് കെട്ടിയിടണ്ടേ, ചിറകുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ കെട്ടിയിടും. അല്ലെങ്കിൽ നാടൻ കോഴികൾ പറക്കും, എന്നാൽ ബ്രോയിലർ ചിക്കൻ പറക്കത്തില്ല. ആരും ബ്രോയിലർ ചിക്കൻ ആകണ്ട, നമ്മളൊക്കെ നാടൻ കോഴികൾ അയച്ചാൽ മതി. നമ്മൾ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പറക്കാൻ, റെഡിയായിട്ട്. ഈ കെട്ടൊന്ന് അഴിച്ചാൽ ഉടനെ നമ്മൾ പറന്നു പോകും. ബ്രോയിലർ ചിക്കൻ കെട്ടഴിക്കാൽ ഒരു തൊഴി കൊടുത്താൽ അവിടെ തന്നെ കിടക്കും, അല്ലയോ എന്ന് പറയുന്ന പോലെ. അങ്ങനെ ചോക്ലേറ്റ് ഒന്നും തിന്ന് ആരും ബ്രോയിലർ ചിക്കൻ ആകണ്ട. നമ്മൾ നല്ല നാടൻ ഡിസിപ്ലിൻഡ് ഫുഡ് കഴിച്ച് നല്ല നാടൻ കോഴികൾ അയച്ചാൽ മതി, അല്ലെങ്കിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവരയച്ചാൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ മോശ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ദൈവം ഇപ്പം നമ്മൾ വായിച്ച വാക്യത്തിൽ ദൈവം മോശയോട് പറയുകയാണ്, നീ ഇതൊക്കെയാണ് കാണാൻ പോകുന്നത്. അഹ്റോനോട് ചെന്ന് ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാളക്കുട്ടി ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ ഒരു വിഗ്രഹം വേണമെന്ന്. കാളക്കുട്ടി എന്ന് പറഞ്ഞോ? ഇല്ലെന്നാ തോന്നുന്നേ. നമുക്കൊരു ദൈവത്തെ ഉണ്ടാക്കണമെന്നാ പറഞ്ഞു. ദൈവത്തെ ഉണ്ടാക്കി തരിക എന്നാ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരെല്ലാം കൂടി ഇത് ഉണ്ടാക്കി അഹ്റോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടി ഉണ്ടാക്കി. ഈ കാളക്കുട്ടി ആരാധന എന്ന് പറയുന്നത് ജാതീയമായ ഒരു ആരാധനയാണ്. ഈജിപ്തിലെ ഒരു ആരാധന രീതിയായി കാളക്കുട്ടിയെ ആരാധിക്കുക എന്ന് പറയുന്നത്. ഈജിപ്തിൽ ഒത്തിരി കാളക്കുട്ടികളുണ്ട്. അവർ ദൈവം എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു കാളക്കുട്ടിയാണ് ഓർമ്മ വരുന്നത്. മംഗലാപുരത്തും കാള ദൈവം തന്നെയാണല്ലോ, വലിയ വ്യത്യാസമൊന്നുമില്ല. അതൊരു ഈജിപ്ഷ്യൻ കൾച്ചറാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരും മംഗലാപുരക്കാരെല്ലാം കാളെ ആരാധിക്കുക. അതുകൊണ്ട് ഞങ്ങളും ഇനി എന്തൊരു കാളെ ആരാധിക്കാമെന്ന് വിചാരിക്കരുത്, നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അപ്പൊ കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇവരിവിടെ വച്ചു, അതിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പം അഹ്റോൻ പറയുന്ന ഒരു കള്ളത്തരം കൂടെ നമ്മൾ കണ്ടോണേ. അടുക്കൽ ചെന്നു, അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി. അഹ്റോൻ ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹ്റോൻ അത് കണ്ടാറെ അതിനു മുമ്പ് ഒരു യാഗപീഠം പണിതു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. കാളക്കുട്ടിയെ ഇവിടോട്ട് കൊണ്ടുവന്നു. ജനങ്ങളെല്ലാം കൂടെ അവിടെ വന്ന് പറഞ്ഞു, എന്റെ കാളക്കുട്ടിയേ, നീയാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന് പറഞ്ഞ് ആരാധിച്ചപ്പോൾ അഹ്റോൻ എന്തോ ചെയ്തെന്നറിയാമോ? അസിസ്റ്റന്റ് പാസ്റ്റർ അല്ലെങ്കിൽ ഗസ്റ്റ് പാസ്റ്ററാ, പ്രത്യേക ഒരു ചുമതല കൊടുത്ത. എന്താ ചെയ്തെന്നറിയാമോ? ഒരു യാഗപീഠം പണിത് അവിടെ. നമുക്കറിയാം പഴയ നിയമത്തിൽ യാഗപീഠം പണിയുക എന്നുള്ളതിന്റെ അർത്ഥം എന്താ? അബ്രഹാം യാഗപീഠം പണിതു, ഇസഹാക്ക് യാഗപീഠം പണിതു. എന്താണ് യാഗപീഠം പണിയുന്നതിന്റെ അർത്ഥം? യാഗപീഠം പണിയുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സറണ്ടർ, പൂർണ്ണമായിട്ട് സമർപ്പിച്ചെന്നാ പറയുന്നത്. ദൈവം വന്ന് അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ ഹാരാനിൽ വെച്ച് വിളിച്ച സമയത്ത് അബ്രഹാം ഉടനെ ചെയ്ത് എന്താണെന്നറിയാമോ? ഒരു യാഗപീഠം പണിതു. ദൈവം അതുപോലെ ഇസഹാക്കിനെ വിളിച്ചു. ഇസഹാക്ക് എന്തോ ചെയ്തു? ഒരു യാഗപീഠം പണിതു. അത് സമർപ്പണത്തിന്റെ സിമ്പലാണ്. ദൈവം യാക്കോബിനെ വിളിച്ചു, യാഗപീഠം പണിതില്ല. സ്തോത്രം. അതുകൊണ്ടാണ് അവന് ഉബായി എന്നുള്ള പേരൊക്കെ വന്നത്. ജീവിതം മുഴുവൻ ഉടായിപ്പായിരുന്നല്ല. യാഗപീഠം പണിയുക എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ് അവിടെ കാണിക്കുന്നത്. ദൈവം എന്നെ വിളിച്ചു, വേലയ്ക്കായി വിളിച്ചു. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കർത്താവേ ഞാൻ വരുന്നു എന്ന് പറയും. എന്ന് പറയുന്ന പഴയ നിയമത്തിൽ ചെയ്യുന്നത് അവിടെ ഒരു യാഗപീഠം പണിയുകയാണ്.
കാളക്കുട്ടിയെ കൊണ്ടുവച്ച് ആരാധന അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അഹറോൻ എന്തു ചെയ്തു? കാളക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ യാഗപീഠം പണിതു. അഹറോൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. ഓക്കെ, ആ തെറ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി അതിന്റെ 24 വാക്യത്തില് അഹറോൻ മോശയോട് പറയുന്ന കാര്യമാണ്. ഇത് കള്ളത്തരമാണ്, അത് കാണിക്കാൻ വേണ്ടി. ഞാൻ അവരോട് പൊന്നുള്ളവരത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അത് എന്റെ പക്കൽ തന്നു. ഞാൻ അത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്തു വന്നു. പറഞ്ഞ കള്ളം കേട്ടോ. ഇതൊക്കെ ഞാൻ ഇതായി പറഞ്ഞു. അസിസ്റ്റന്റ് പാസ്റ്റർമാരെല്ലാം കള്ളം പറയും. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കണമെന്നാണ്. അതിനുവേണ്ടി ദൈവത്തെ ആരാധിക്കാൻ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് ഈ വഴിമധ്യത്തിൽ വെച്ച് അഹറോൻ അവർക്ക് കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. ജനം പറഞ്ഞു, ഈ കാളക്കുട്ടിയാണ് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നത്. അവരാരാധിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, അവിടെ വലിയ ആരാധന നമുക്ക് താഴോട്ട് കാണാൻ കഴിയും. ജനമെല്ലാം അതിന്റെ ചുറ്റും നടന്ന് ഡാൻസ് കളിക്കുകയും ഇങ്ങനെ കാളക്കുട്ടിയെ വല്ലാതെ സ്തുതിക്കുകയും ആർപ്പിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ഈ ഇസ്രായേൽ ജനത്തെ നോക്കി നമുക്ക് ചോദിക്കാം, മിസ്രൈമിൽ നിന്ന് എത്ര നാളായി വന്നിട്ട് ഈ കാളക്കുട്ടിയെ കണ്ട അവസരത്തിലല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ പാട്ട് പാടിയിട്ടുണ്ടോ? നിങ്ങളെ രക്ഷിച്ചു മോശയുടെ ദൈവം, അല്ലെങ്കിൽ മോശ നിങ്ങളെ രക്ഷിച്ചു. മോശ സ്തുതിക്കുന്നവനായ ദൈവത്തെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഹൃദയം തുറന്ന് താങ്ക് യു ലോർഡ് എന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അവരെന്തോ പറയും? ഒരിക്കലും പറഞ്ഞിട്ടില്ല. വിൽഡർനെസ്സിലെ അല്ലെങ്കിൽ മരുഭൂമിയിലെ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും പരാതിയില്ലാത്ത ഒരു സമയമേ ഉള്ളൂ, അത് വിഗ്രഹത്തെ ആരാധിച്ചപ്പോഴാണ്. മക്കളെ, നമുക്ക് വലിയ ലെസൺസ് ആണ് ഇവിടെ നിന്ന്. പരാതിയില്ലാതെ അവർ ആരാധിച്ചത് വിഗ്രഹത്തെയാണ്. ബാക്കിയുള്ളത് മുഴുവൻ പരാതിയോട്. സ്വർഗത്തിലെ ദൈവം മന്ന കൊടുത്തു, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തോട്. ദൈവം ഇവരോട് കൂടെ ഇരുന്നു, എല്ലാം സംസാരിച്ചു. വെള്ളമില്ലാത്തപ്പോൾ വെള്ളം കൊടുത്തു. അവരെ പുറത്തു കൊണ്ടുവന്നു. വലിയ സംഹാരദൂതൻ വന്ന് മിസ്രൈമിലെ കടിഞ്ഞൂലുകളെയൊക്കെയും കൊന്നപ്പോൾ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു. ഇതൊക്കെ കണ്ണുകൊണ്ട് കണ്ടവരാണ് പറയുന്നത് വീണ്ടും കാളക്കുട്ടിയാണ് ഞങ്ങളുടെ ദൈവമെന്ന്. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടി ഇതിനോട് ചേർന്ന് പറയാം. ദൈവമക്കള്, കുറച്ച് വേദപുസ്തകത്തിൽ അറിവുള്ളവര് ഇത് ശ്രദ്ധിക്കണം. ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ ജീവിച്ചതും നമ്മള് ഈ ലോകത്തിൽ ജീവിക്കുന്നതും തമ്മിൽ താരതമ്യം ചെയ്യാറുണ്ട് ചിലര്. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല. നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതത്തെ താരതമ്യം ചെയ്യാവുന്നത് മരുഭൂമിയിലെ ജീവിതത്തോടല്ല, കനാൻ നാട്ടിലെ ജീവിതത്തോടാണ്. കനാൻ നാട്ടിൽ ചെന്നിട്ട് ഇവർക്ക് ഒത്തിരി പോരുകളുണ്ടായിരുന്നു. കനാൻ നാട്ടിൽ പോയത് ആരൊക്കെയാണ്? രക്ഷിക്കപ്പെട്ടവരാണ് പോയത്, അല്ലെങ്കിൽ ദൈവം മുമ്പാകെ സമർപ്പണമുള്ളവർ. അല്ലാത്തവരൊക്കെ ഇങ്ങനെ കിടക്കുക. ഇവിടെ ഇപ്പൊ ജാതികളും എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു സങ്കര ഇനത്തെ നമ്മളിപ്പോ ഇവിടെ കാണുന്നത്. നമ്മളെല്ലാം ചേർന്നാ പോകുന്നത്. അതാണ് വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എല്ലാവരും ചേർന്ന്, രക്ഷിക്കപ്പെടാത്തവരുടെ കൂടെ നമ്മുടെ ജീവിതം. അഹറോനൊക്കെ രക്ഷിക്കപ്പെട്ടവരാ. രക്ഷിക്കപ്പെട്ട അഹറോനൊക്കെ ഈ രക്ഷിക്കപ്പെടാത്ത ജനത്തിന്റെ കൂടെ കൂടിയപ്പോ എന്ത് സംഭവിച്ചു? അവരുടെ കൂടെ അങ്ങ് കൂടി. അതാ സംഭവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം അതിനെന്തോ ഇത്ര തെറ്റെന്തുവാ എന്ന് ചോദിച്ച് നമ്മൾ അറിയാതെ അതിൻ്റെ കൂടെ കൂടും. ദൈവമക്കള് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം മരുഭൂമിയിലുള്ള വിൽഡർനെസ് അല്ലെങ്കിൽ ഈ മോശയുടെ കൂടെ നടക്കുന്നവരൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല. അവരൊന്നും കനാൻ നാട്ടിൽ പോകാനുള്ളവരല്ല. നമുക്കറിയാതെ അവനാരും പോകാനുള്ളവരല്ല. അവര് ചെയ്യുന്നത് കണ്ടിട്ട് ഈ അഹറോനും അവരോട് കൂടിയല്ലോ. ഈ ജാതികൾ കാണിക്കുന്ന അമ്പലത്തിലെ ഉത്സവം കണ്ടിട്ട് അത് തന്നെ കൊണ്ട് ഇവിടോട്ടും കൊണ്ടുവച്ചു. അമ്പലത്തിലുണ്ട് ചെണ്ടകൊട്ട്, പള്ളിയിലുമുണ്ട് ചെണ്ടകൊട്ട്. അമ്പലത്തിലുണ്ട് പ്രസാദം, പള്ളിയിലുമുണ്ട് പ്രസാദം. അതെല്ലാം കൊണ്ട് ഇങ്ങോട്ട് വെച്ചേക്ക്. നമ്മൾ അവരെയൊക്കെ വിട്ടേരെ. നമ്മുടെ സഭകളിൽ എത്രയോ കാര്യങ്ങളുണ്ട്. അങ്ങനെ അവർ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിൽ ഒന്നാകും. ദൈവമക്കളെ, പാപത്തോട് നമ്മൾ ഗുഡ് ബൈ പറയുമ്പോൾ പല കാര്യങ്ങളും ലോകക്കാർ കളഞ്ഞതിനെ ദൈവസഭ ഏറ്റെടുക്കുന്നത് നമുക്കിന്ന് കാണാൻ കഴിയും. എനിക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ദൈവസഭ ഏറ്റെടുക്കുന്നത്. ലോകക്കാർ പോലും വേണ്ടെന്ന് വെച്ച് പലതിനെ നമ്മുടെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അതിനെയൊക്കെ കണ്ട് ഗുഡ് ബൈ പറയുവാൻ ഇടയായി തീരണം. നമ്മൾ ജീവിക്കുന്നത് രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിലാണ്. രക്ഷിക്കപ്പെടാത്തവർ ചെയ്യുന്നതെല്ലാം നമുക്ക് സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കനാൻ നാട്ടിലേക്ക് പോകുന്നവരാണ്. രക്ഷിക്കപ്പെടാത്തവരെന്തോ ചെയ്തു അതെല്ലാം നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ആഘോഷിക്കാൻ ഒന്നും കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ മക്കള് സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, നമ്മുടെ മക്കൾ സ്കൂളിൽ പോയി എന്താണ് ചെയ്യുന്നത്, എന്താണ് പഠിക്കുന്നത്, അവിടെ ഓരോ കാര്യം ഇൻവോൾവ് ആകുന്നുണ്ട്, ഏത് രീതിയിലാണ് ഇൻവോൾവ് ആകുന്നത്, അത് ഏത് ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകളാണ്. നമ്മുടെ മക്കളൊക്കെ അവിടെ പോയി ഡാൻസിന് ചുവട് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഏത് ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടാണിത്. ഇനി ചില കാളിയെയും ചില ദുർഗയെയും ഒക്കെ പൂജിക്കുന്ന ചില നൃത്തങ്ങൾക്ക് നമ്മുടെ മക്കൾ പോയി ചുവട് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഓർക്കണം, ഇവിടെ വന്ന് കാളക്കുട്ടിക്ക് മുമ്പിൽ ചുവട് വെച്ചതുപോലെ നമ്മുടെ കുട്ടികളും ചുവട് വെക്കുകയാണ്. ബി കെയർഫുൾ, വെരി വെരി കെയർഫുൾ. ഇതൊക്കെ രക്ഷിക്കപ്പെട്ടവരോട് പറയാൻ പറ്റൂ, രക്ഷിക്കപ്പെടാത്തവരോട് പറയാൻ പറ്റുകയില്ല. രക്ഷിക്കപ്പെടാത്തവർ മനസ്സിലാക്കുകയില്ല. ഇനി വിശ്വാസികളുടെ തന്നെ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവർക്കും ഇത് തല കയറുകയില്ല. തല കയറത്തില്ലെന്ന് പറഞ്ഞാൽ അവർ വന്ന് എന്റെ തലയിലോട്ട് കയറുകയും ചെയ്യും. വിശ്വാസികൾക്ക് ഏർപ്പെടാവുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽ മാത്രമേ വിശ്വാസികൾ ഏർപ്പെടാവൂ. അല്ലാത്തതിനൊന്നും വിശ്വാസികൾ തലകുലുക്കരുത്. വിശ്വാസികൾ അതിനൊന്നും ആമേൻ പറയരുത്. നമുക്ക് പോകാവുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്നത് ജാതികളുടെ കൂടെയാണ്. ഇല്ലയോ? നമ്മളൊരു കടയിൽ പോയാൽ സാധനം മേടിക്കുന്ന ആരുടെ കടയെന്നാ? ജാതികളുടെ കടയെന്നാ.
നമ്മളൊരു വാഹനത്തെ കയറിയത് ആരുടെ വാഹനം? ഒരു ബസ്സിലോ ട്രെയിനിലോ കയറിയാലേ ജാതികൾ. നമ്മൾ ജാതികളോട് കൂടിയാണ് ജീവിക്കുന്നത്. വ്യത്യാസമൊന്നും അറിയാനില്ല, ലോകപ്രകാരം നോക്കുമ്പോൾ വ്യത്യാസമൊന്നും അറിയാനില്ല. എന്നാൽ ദൈവമക്കളെ, നമ്മൾ അവരോട് ചേരാൻ പാടില്ല. ലിവ് ഇൻ ദ വേൾഡ് ബട്ട് നെവർ അലൗ ദ വേൾഡ് ടു ഗോ ഇൻ. നമുക്ക് ലോകത്തിൽ ജീവിക്കാം, പക്ഷെ ലോകം നമ്മളിൽ ജീവിക്കാൻ ഇടയാകരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എത്ര വേണേലും ലോകത്തിൽ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ലോകം നമ്മളിലേക്ക് കയറി കൂടുവാൻ ഒരിക്കലും ഇടയാകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ സ്പോർട്സിനൊക്കെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത്, ഞാൻ ഈ പണ്ട് ഈ ഫുട്ബോളൊക്കെ കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഭൂമി പൂജ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും മണ്ണിനെ തൊട്ട് ഒരു ഉമ്മ കൊടുക്കുന്ന പരിപാടി. ദൈവമക്കൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? ദൈവമക്കൾ ഭൂമിയെ പൂജിക്കുന്നവരാണോ? നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. സ്തോത്രം. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഗാനമേളയ്ക്ക് പോകുന്നത് ചെയ്യാമെന്ന് ചോദിക്കും. അന്ന് ഞാൻ അത്ര രക്ഷിക്കപ്പെട്ടൊന്നും അല്ലായിരുന്നു. രക്ഷിക്കപ്പെട്ട വീട്ടിൽ വളർന്നേ ഉള്ളൂ, ഞാൻ രക്ഷിക്കപ്പെട്ടൊന്നും അല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ പലരും ഉണ്ടല്ലോ ഇന്നും. രക്ഷിക്കപ്പെട്ട വീട്ടിൽ വളരുന്നു, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. ലോകത്തോടു കൂടി നമ്മൾ മിക്സ് ആകാൻ ഒരിക്കലും ഇടയാകരുത്. സമയം പെട്ടെന്ന് പോവുകയാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താം. അപ്പോൾ യഹോവ മോശയോട്, അഹ്റോൻ യാഗപീഠം പണിതു, നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്നും പറഞ്ഞു. യാഗപീഠം പണിയുക മാത്രമല്ല, വലിയൊരു ഉത്സവം. ഇവിടെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം നടക്കുമല്ലോ, അതുപോലെ വലിയൊരു ഉത്സവം കാളക്കുട്ടിയുടെ പേര് പ്രഖ്യാപിച്ചു. ആരാ? മറ്റാരുമല്ല, പാസ്റ്റർ, അസിസ്റ്റന്റ് പാസ്റ്റർ അല്ലെങ്കിൽ ഗസ്റ്റ് പാസ്റ്റർ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിന്നെങ്കിലും ഇപ്പൊ സപ്പോസ് ഒരു മാസത്തേക്ക് അമേരിക്കയിൽ പോയെന്നിരിക്കട്ടെ. ഞാൻ പോത്തൊന്നുമില്ല കേട്ടോ, ആരും അങ്ങനെയൊന്നും വിചാരിക്കൊന്നും വേണ്ട. ഒരു മാസത്തേക്ക് അമേരിക്കയിൽ പോയിട്ട് ഞാൻ തിരിച്ചിവിടെ വന്നപ്പോൾ ഇവിടെ അസിസ്റ്റന്റ് പാസ്റ്റർ ആക്കിയിട്ടാ പോയത്. പുറത്തുനിന്ന് ഒരാളെ വിളിച്ചു, കേരളത്തിൽ നിന്ന് സമർത്ഥനായ ഒരു ദൈവദാസൻ, കൃപയുള്ള ഒരു ദൈവദാസനെ വിളിച്ച് ഇവിടെ ആക്കിയിട്ടാ പോയത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ വലിയ പൂജ നടക്കാതെങ്കിൽ എന്തോ പറ്റും എന്ന് പറയുന്ന പോലായിരുന്നു മോശയുടെ അനുഭവം. മോശ പോയത് അമേരിക്കയിൽ ജോലി ഉണ്ടാക്കാനൊന്നും അല്ല. മോശ പോയത് ദൈവത്തോട് സംസാരിക്കാൻ മലയിൽ, സീനായ് മലയിൽ കയറി പോയതാ. തിരിച്ചു വന്നപ്പോൾ എന്തോ സംഭവിക്കുന്നത്? ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ഒക്കെ മറുപടി ഇതാത്തോ. ഒരു മാസം മുഴുവൻ ഞാൻ അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇങ്ങനെ കണ്ണ് തുറക്കാതെ പ്രാർത്ഥിക്കായിരുന്നു. അവസാനം എല്ലാം റെഡി, ഇങ്ങനെ വേണം. ഇത്ര വിശ്വസ്തനായ ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത് എന്ന് മോശയ്ക്ക് ചിന്തിക്കാമായിരുന്നു ഒരു പക്ഷേ, അല്ലയോ? ഇത്രയും പ്രാർത്ഥിച്ച് ദൈവമുഖം കണ്ടേച്ച് തിരിച്ചു വന്നപ്പോഴാണ് ഈ ജനങ്ങളെല്ലാം കൂടെ തലയും കുത്തി നിന്ന് വിഗ്രഹത്തെ ആരാധിക്കുന്നു. അത് വിഗ്രഹത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും വിരോധമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം അത് ബൈബിൾ സ്റ്റഡി പറയുകയും ചെയ്തു. ദൈവം ഏറ്റവും വെറുക്കുന്ന പാപം ഏതാന്ന് വെച്ചാൽ പലരും പല പേരുകൾ പറയുമെങ്കിലും വേദോസ്തവത്തിൽ ദൈവം തലമുറകളെ ശപിക്കുമെന്ന് പറയുന്ന ഒരു പാപത്തിനേ ഉള്ളൂ, വിഗ്രഹത്തെ ആരാധിക്കുന്നത്. അല്ലാത്തതിനൊന്നും തലമുറകളെ ദൈവം ശപിക്കുകയല്ല, 1000 തലമുറ വരെ ശപിച്ചു കളയെന്ന് പറയുന്നത് വിഗ്രഹത്തെ. അതുകൊണ്ട് വിഗ്രഹത്തെ ആരാധിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. രക്ഷിക്കപ്പെട്ടവർക്കല്ല കേട്ടോ. രക്ഷിക്കപ്പെടാത്ത ഒരു വിഗ്രഹത്തെ ആരാധിച്ചാൽ അതിൽ ദാറ്റ്സ് ഓക്കെ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വിഗ്രഹത്തെ ആരാധിക്കുന്നതിനാണ് ദൈവം തലമുറകളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അല്ലാത്ത പാപങ്ങളൊന്നും ദൈവം അത്രത്തോളം സീരിയസ് ആയിട്ട് കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ മോശ തിരിച്ചു വരുമ്പോ എന്തോ കാണുന്നേ? ദൈവം എന്തോ ഏറ്റവും അധികം വെറുക്കുന്നോ അത് തന്നെ ജനങ്ങൾ ചെയ്യുകയാണ്. മോശയ്ക്ക് നിരാശ തോന്നാവുന്ന സാഹചര്യമാണ്. എന്നാൽ മോശ ഒരു നല്ല ഭക്തനായതുകൊണ്ട്, മോശ ഒരു ദൈവപൈതലായതുകൊണ്ട് മോശയ്ക്ക് നിരാശ തോന്നിയില്ല. യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് യാഗപീഠം പണിതു, യാഗം കഴിച്ചു. ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം ആകുന്നു എന്ന് പറയുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഈ ഇസ്രായേൽ ജനം ആരോടാ പറയുന്നേ? ഈ വിഗ്രഹത്തോട് പറയുകയാണ്, നീയാണ് വിഗ്രഹമേ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. മിസ്രയീം ദേശത്ത് നിന്ന് ഞങ്ങളെ ഏതായാലും നീ രക്ഷിച്ചല്ലോ. ഇത്രയും നേരം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവാ? എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ മോശയോട് ചോദിച്ചത്. അതേസമയം കാളക്കുട്ടി വന്നപ്പോൾ ഇവരുടെ ക്യാരക്ടർ മാറിയേ കണ്ടു, സ്വഭാവം മാറിയേ കണ്ടു. ഇവര് പറയുന്നത്, എന്റെ വിഗ്രഹമേ, നീയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്, സ്തോത്രം, അതുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. ആ ട്വിസ്റ്റ്, ആ ഒരു മാറ്റം നോക്കിക്കോണേ. എത്ര പെട്ടെന്നാ നന്ദിയില്ലാത്ത ജനങ്ങൾ എത്ര പെട്ടെന്നാ മാറുന്നെന്ന് നോക്കിക്കോണേ. ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്യുന്നു. ഇവിടെ 2 വിഭാഗത്തെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ജനം, മറ്റൊന്ന് മോശ. ദൈവം ഇവരെ 2 പേരെ 2 കണ്ണിലാണ് കാണുന്നത്. ദൈവം മോശയെ കാണുന്ന കണ്ണിലല്ല ജനത്തെ കാണുന്നത്. അതുകൊണ്ട് മോശയുടെ കെയർ ഓഫിൽ രക്ഷപ്പെടാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. പലരും വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയല്ല, ദൈവം 2നെയും 2 രീതിയിലാണ് കാണുന്നത്. മോശയെ കാണുന്നു, മോശയോട് പറയുകയാണ്, ഈ ജനം അനുഗ്രഹിക്കപ്പെട്ട ജനം എന്നാണോ പറഞ്ഞത്? ദുശാഠ്യമുള്ള ജനം എന്നാ പറഞ്ഞത്. ദുശാഠ്യം, ശാഠ്യക്കാരായ ജനം എന്ന് കണ്ടു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ കോപം ഇങ്ങനെ ജനത്തിന് വിരോധമായിട്ട് നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ അനുകമ്പയുടെ കരം മോശയുടെ തോളിൽ തൊട്ട് തലോടുകയാണ്. മോശെ, നീ ഒരു നല്ലവനാണ്, നിന്റെ മേൽ എനിക്ക് കൃപ തോന്നി. എന്നാൽ
നിന്റെ ഈ ജനം ഉണ്ടല്ലോ ഒരുത്തനെ ഞാൻ വെച്ചേക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മോശ എന്താ പറയുക, കർത്താവേ എന്നാലും എന്നെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടല്ലോ, അതുകൊണ്ട് എന്നെ അങ്ങ് എടുത്തോണെന്നൊന്നുമല്ല മോശ പറഞ്ഞത്. അതുകൊണ്ട് ഇവരെല്ലാം കൊന്നേരം, അപ്പൊ അവരുടെ എല്ലാം പ്രോപ്പർട്ടി എന്റെ സ്വന്തമാകുമല്ലോ, അവരുടെ ആഭരണങ്ങൾ എന്റെ സ്വന്തമാകും, സ്വർണ്ണമല്ലോ ഭയങ്കര വിലയാ. അപ്പൊ അവർക്ക് വാഹനങ്ങളുണ്ട്, അത് ആടുമാടുകൾ എല്ലാം എന്റെ സ്വന്തമാകും, എല്ലാവരും തീർത്തരു ദൈവമേ, തട്ടിക്കളനേരെ. ഇവനൊക്കെ വിഗ്രഹത ആരാധിച്ചു, ഞാൻ അന്നേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് മോശയ്ക്ക് മൂപ്പിക്കാമായിരുന്നു. ഞാൻ അന്നേ അതേ ചെയ്യുള്ളൂ കേട്ടോ. എന്നാൽ മോശയെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നോക്കാം. എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത് 11-ാം വാക്യം, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? മോശ ഒരു കൗണ്ടർ ചോദ്യം ദൈവത്തോട് ചോദിക്കുകയാണ്. നീ നിന്റെ മഹാബലം കൊണ്ടും ഭുജബലം കൊണ്ടും ഇവരെ കൊണ്ടുവന്നു. ഓക്കെ, ആ പൊട്ടന്മാരൊക്കെ പറയും കാളയെ അവരെ രക്ഷിച്ചത്, കഴുതയെ രക്ഷിച്ചെന്നൊക്കെ പറയും, കാരണം അവർ വെറും കാളം കഴുതയൊക്കെ ആണല്ലോ. എന്നാൽ നീയാണ് രക്ഷിച്ചതെന്ന് എനിക്കറിയാം, നിനക്കും അറിയാം. നീ മാത്രമാണ് അവരെ രക്ഷിച്ചത്. അതുകൊണ്ട് നീ രക്ഷിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പുറത്ത് കൊണ്ടുവന്ന് ഇവരുടെ എല്ലാം തെറിവിളിയും കേട്ടിട്ട് നീ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് നശിപ്പിച്ച് കളയാനോ? എന്നാ പിന്നെ നിനക്ക് അവരെ അവിടെ വെച്ച് നശിപ്പിച്ച് കളഞ്ഞാൽ പോരായോ? ഇത്രയും കൊണ്ടുവന്നിട്ട് അവരെ നീ നശിപ്പിക്കരുതേ ദൈവമേ എന്ന് മോശ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഇനി ആ താഴോട്ടുള്ള വാക്യങ്ങളിലൊക്കെ മോശ ജനത്തിനു വേണ്ടി കരയുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, പ്രാർത്ഥനാവീരന്റെ ജോലി എന്ന് പറയുന്നത് കരയുകയാണ്. ഒരാൾ നശിക്കുന്നത് കാണുമ്പോൾ, ഒരു കുടുംബം നശിക്കുന്നത് കാണുമ്പോൾ, ആമേൻ, ഒരു സമൂഹം നശിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒരു ഭക്തന്റെ, ഒരു പ്രാർത്ഥനാവീരന്റെ ജോലി. അതാണ് മോശയിൽ നമ്മൾ പഠിക്കുന്നത്. അവൻ നശിക്കട്ടെ, അവൻ നശിച്ചു പോട്ടെ, നരകത്തിൽ പോകട്ടെ എന്ന് കാണുന്നതല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഒരാൾ വേദനിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒരു ഇടയന്റെ ജോലി. ഇടയൻ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. സ്തോത്രം. ഒരു കുടുംബം വേദനിക്കുമ്പോൾ, ഒരു കുടുംബം വേദനിക്കുന്ന കാണുമ്പോൾ അവരെ പോയി ചോദ്യം ചെയ്ത് ഇറുക്കി ചെയ്ത് അല്ലെങ്കിൽ അവരെ ചൊറിഞ്ഞ് വേദനിപ്പിക്കുന്നതല്ല ഒരു ദൈവവേദനയുടെ ജോലി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്കറിയാം, സഭയിലെ ചില ദൈവമക്കൾ മറ്റ് ചില വീടുകളിലെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സ്വന്തം പ്രശ്നം പോലെ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം. വെരി ഗുഡ്, അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവമക്കളെ ദൈവം നമ്മളെ പറ്റി പ്രതീക്ഷിക്കുന്നത്. മോശയിൽ നമ്മൾ പഠിക്കുന്ന ഒരു നല്ല ലെസൺ അതാണ്. മോശയ്ക്ക് പറയാം, എല്ലാത്തിനെ തകർത്ത് കളഞ്ഞേരെ, എന്തിന് നീ കഷ്ടപ്പെടുന്നു, എന്തിന് ഞാൻ കഷ്ടപ്പെടുന്നു, എന്തിന് നമ്മുടെ സമയം വെറുതെ ഭൂമിയിൽ കളയുന്നു എന്ന് ചോദിക്കാമായിരുന്നു. പക്ഷെ മോശ പറയുകയാണ്, നീ അവരെ തുടരുത് കർത്താവേ, നിന്റെ ജനമാണവര്, നീയാണ് അവരെ കൊണ്ടുവന്നത്. ദൈവമക്കളെ, ഇതായിരിക്കണം നമ്മുടെ സ്വഭാവം. ആമേൻ. ഒരാൾ വേദനിക്കുന്നുണ്ടേ അവരെ തകർത്ത് കളയുന്നതല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, അത് ശരിയാണ്. പലപ്പോഴും വേദനിക്കുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നു, അങ്ങനെ ചെയ്യരുത്. മലകളിൽ വെച്ച് കൊന്നുകളയാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കണമേ എന്ന് പറയുകയാണ്. എന്നിട്ട് 14-ാം വാക്യം, യഹോവ തന്റെ ജനത്തിന് വരുത്തും എന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. ഇവിടെ ഒരു കാര്യമുണ്ട്. ദൈവം അനുതപിക്കുകയോ? അനുതപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പശ്ചാത്തപിക്കുക. ദൈവം പശ്ചാത്തപിക്കുമോ? ദൈവത്തിന് പശ്ചാത്തപിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം എന്തോ മിസ്റ്റേക്ക് ചെയ്തോന്നില്ലയോ? ഇവിടെ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ദൈവം അനുതപിച്ചു എന്ന് പറയുന്നത് ദൈവം ഇതൊന്നും അറിയാതെ, അയ്യോ ഞാൻ അങ്ങ് ആകെപ്പാടെ പരവേശം പിടിച്ച് ഞാൻ ദേഷ്യം കൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാ, ഇവരെല്ലാം അങ്ങ് കൊന്നുകളഞ്ഞേക്കാമെന്ന്, അതുകൊണ്ട് വേണ്ട മോശ, ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അനുതപിക്കുന്ന ഒരു അനുതാപം അല്ല നമ്മളിവിടെ കാണുന്നത്. ആരും അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുവാൻ ദൈവം മനുഷ്യനല്ല. ദൈവത്തിന്റെ കണക്കുകൂട്ടലുകളിൽ ഒന്നും തെറ്റുവരുന്നില്ല. ഈ ജനം എന്ത് ചെയ്യുമെന്നും ഈ ജനം എങ്ങനെ പോകുമെന്നും എല്ലാം നന്നായി അറിയുന്നവനാണ് ദൈവം. അത് മാത്രമല്ല, ജനത്തെ ശിക്ഷിക്കാൻ ദൈവം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. മോശയല്ല, മോശയുടെ അപ്പൻ വന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാകത്തില്ല. ദൈവം തീരുമാനങ്ങളിൽ മാറ്റമില്ലാത്തവനാണ്. എന്ന് മാത്രമല്ല, ദൈവം സൃഷ്ടിച്ച മനുഷ്യനായ മോശയ്ക്ക് ദൈവത്തിന്റെ തീരുമാനങ്ങളിൽ അവന്റെ കൈ കടത്താൻ ഒരിക്കലും ദൈവം അനുവാദം കൊടുക്കത്തില്ല. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ പക്ഷപാതം ചെയ്യലിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയെ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ദൈവത്തിന് അറിയാമായിരുന്നു മോശ ഇങ്ങനെ പറയും, അതുകൊണ്ട് ദൈവം ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ജനത്തെ കൊല്ലാൻ പോവുകയാണ്. ദൈവത്തിന്റെ തീരുമാനമല്ല, ദൈവം തീരുമാനിച്ചുറച്ചിട്ടില്ല. ദൈവം മോശയോട് പറഞ്ഞു, ജനത്തെ എല്ലാം നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മോശ പറഞ്ഞു, പാടില്ല കർത്താവേ, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇവിടെ സംഭവിക്കുന്നത് ദൈവത്തിന്റെ തീരുമാനങ്ങളെ മാറ്റുകയല്ലായിരുന്നു, അതിനു പകരം ദൈവം മോശയെ പഠിപ്പിക്കുകയായിരുന്നു. യെസ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഫലം തരും. ദൈവമക്കളെ, ചിലതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കൈവിട്ടു പോയി, എല്ലാം തകർന്നു പോയിന്ന്. എന്നാൽ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരികയാണ്. ഒരാൾക്ക് രോഗം വരുത്താതെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. എന്നാൽ രോഗം വന്നിട്ട്
അതിൽ നിന്ന് രക്ഷിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. രോഗം വന്നിട്ട് അതിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ നീ കൂടുതൽ പ്രാർത്ഥിക്കും. അപ്പോൾ നിനക്ക് തോന്നും നിന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇതെല്ലാം നടന്നതെന്ന്. ശരിയാണ്, നീ പ്രാർത്ഥിച്ചിട്ടാണ്. അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ രോഗം നിനക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ രോഗമൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിലേ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ നമുക്ക് തന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ ചില രോഗങ്ങളിലൂടെ, ചില ബുദ്ധിമുട്ടുകളിലൂടെ ദൈവം വിടുതൽ തരുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. നമുക്ക് ദൈവത്തോട് കൂടുതൽ വിശ്വാസം ഉണ്ടാകും, കൂടുതൽ സമർപ്പണം ഉണ്ടാകും, കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള പ്രേരണ ഉണ്ടാകും. അങ്ങനെ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥന വീരന്മാരായിട്ട് മാറും, ദൈവഹിതം വെളിപ്പെടുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ തീരുമാനങ്ങളെ മാറ്റാൻ ആർക്കും കഴിയുകയില്ല. പക്ഷെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. മോശയ്ക്ക് ദൈവത്തോടുള്ള കോൺഫിഡൻസ് കൂടി. ഇനി ദൈവം വന്നാൽ ജനത്തെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞായിരുന്നെങ്കിൽ എന്തോ സംഭവിക്കുമായിരുന്നു? മോശ പിന്നീട് പ്രാർത്ഥിക്കാതാകുമായിരുന്നു. പിന്നെ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ജനത്തെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലയോ, പിന്നെ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? എന്നാൽ ദൈവത്തിന്റെ പ്ലാനുകൾ ഇങ്ങനെയാണ്. 17-ാം വാക്യത്തിൽ ഒരു മനുഷ്യനെ കാണാൻ കഴിയും. യോശുവ ജനം അത് കഴിഞ്ഞിട്ട് അവരിറങ്ങി വരിക കേട്ടോ. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് 15-ാം വാക്യം, സാക്ഷ്യത്തിന്റെ പലക 2 അവന്റെ കയ്യിലുണ്ടായിരുന്നു. സാക്ഷ്യത്തിന്റെ പലക, മോശയുടെ കയ്യിൽ 2 പലകകളുണ്ട്. ഈ പലക എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാക്ഷ്യം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പുതിയ നിയമത്തിൽ ഇതിനെ എന്ത് വിളിക്കാൻ കഴിയും? ബൈബിൾ എന്ന് വിളിക്കാൻ കഴിയും. കാരണം ദൈവവചനം അത് എഴുതി വെച്ചേക്കുന്നത്. ദൈവവചനം എഴുതി വെച്ചേക്കുന്നത് എന്താണ്? ബൈബിള്. മോശ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അവിടെ പറഞ്ഞേക്കുന്നത് യോശുവ കേട്ടപ്പോൾ, എഴുതി വന്നപ്പോൾ യോശുവ കേട്ടു. ഇവിടെ ഭയങ്കര ആർപ്പും അട്ടഹാസവും ഒക്കെ കേട്ടു. എവിടെ? പാളയത്തിൽ. അവിടെ പറയുകയാണ് 18-ാം വാക്യത്തിൽ, അതിന് അവൻ ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്ര ഞാൻ കേൾക്കുന്നത്. പ്രതിഗാനം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അത് വലിയ കട്ടിയുള്ള വാക്കായിട്ടൊന്നും ആരും എടുക്കണ്ട. ഇംഗ്ലീഷിൽ വായിക്കും, ആൻഡ് ഹി സെഡ് ഇറ്റ് ഈസ് നോട്ട് ദ വോയിസ് ഓഫ് ദം ദാറ്റ് ഷൗട്ട് ഫോർ മാസ്റ്ററി, നെയ്തർ ഈസ് ഇറ്റ് ദ വോയിസ് ഓഫ് them that cry for being overcome, but the noise of them that sing do I hear. ഇത്രേ ഉള്ളൂ. sing do I, പാടുന്ന ജനത്തിന്റെ ശബ്ദമേ കേൾക്കുന്നുള്ളൂ. 2 തരത്തിലാണ്. ഒന്ന് ജയിച്ചവരുടെ ഘോഷം, മറ്റൊന്ന് തോറ്റവരുടെ കരച്ചിൽ. പിന്നെ ചുമ്മാ വെറുതെ ഇങ്ങനെ പാടുന്നു. ഇന്നത്തെ സകല ആരാധനകളിലും, സകല എന്നല്ല മിക്ക ആരാധനകളിലും നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ വെറും പ്രതിഗാനം മാത്രമാണ്. ജയിച്ചവരുടെ ഘോഷമല്ല. ജയിച്ചു, ഞങ്ങൾ ജയിച്ചു, വി ഹാവ് ഓവർകം എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ ഒരു ഓവർകമ്മും നടക്കുന്നില്ല. ഓവർകം ഒന്നുമില്ലാതെ ചുമ്മാ ഇങ്ങനെ ബഹളങ്ങളാണ് പലയിടത്തും. സിംഗിങ് മാത്രമേ ഉള്ളൂ. കാളക്കുട്ടിയുടെ ചുറ്റും നടന്നിട്ട് അവർ പറഞ്ഞു, ഓ കാളക്കുട്ടി നീയാണ് ഞങ്ങളെ രക്ഷിച്ചത്, നീയാണ് ഞങ്ങളെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും സത്യമൊന്നുമല്ല. ഇതിങ്ങനെ ചുമ്മാ അങ്ങ് പറയുന്നേ ഉള്ളൂ. സിംപ്ലി സിംഗിങ്, അതര ചർവണം എന്നൊക്കെ പറയില്ലയോ, വെറുതെ മൗത്ത് എടുത്ത് അടിക്കുകയാണ്. എന്നാൽ ആരാധന വെളിപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? ജയം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ആരാധന വെളിപ്പെടുന്നത്. അല്ല വർഷിപ്പ് ലീഡർ പറയുമ്പോഴേ, വർഷിപ്പ് ലീഡർ എല്ലാവരും ചാടിക്കാട്ടെ, അപ്പൊ എല്ലാവരും ചാടി. എല്ലാവരും അവിടെ ശാന്തമായിട്ടിരുന്നാട്ടെ, എല്ലാവരും ശാന്തമായിട്ടിരുന്നു. എല്ലാവരും കൈപൊക്കിക്കാട്ടെ, എല്ലാവരും കൈപൊക്കി. എല്ലാവരും കൈതാത്താട്ടെ, എല്ലാവരും കൈതാത്ത്. ഇതല്ല ആരാധന, ഇതല്ല ആരാധന. പിന്നെ പലപ്പോഴും വർഷിപ്പ് ലീഡേഴ്സ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആരും ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ വർഷിപ്പ് ലീഡറിനെങ്കിലും ഒരു ഉന്മേഷം ഉണ്ടാകട്ടെന്ന് വെച്ച് ഇതൊക്കെ പറയുന്നത്. അതൊക്കെ വെറും പ്രതിഗാനമെന്നേ ഉള്ളൂ. വർഷിപ്പ് ലീഡർ പറഞ്ഞു, ജനങ്ങൾ ഏറ്റു പറഞ്ഞു. വർഷിപ്പ് ലീഡർ പറഞ്ഞു, എല്ലാവരും കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കറക്റ്റ്. 1 2 3 ഹല്ലേലൂയ 1 ഹല്ലേലൂയ 2 ഹല്ലേലൂയ 3 3 4 പറഞ്ഞാൽ അത് ഓർഡർ തെറ്റിയില്ലയോ ആവപ്പാടെ എന്ന് പറയുന്ന പോലുള്ള പ്രതിഗാനങ്ങളാണ് നമ്മൾ പലയിടത്തും കേൾക്കുന്നത്. അത് കേട്ടിട്ട് ഇതാണ് വർഷിപ്പ് എന്നൊന്നും ആരും ചിന്തിക്കരുത്. വർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു കം ഫ്രം അവർ ഹാർട്ട്. ചിലർ പറയാറുണ്ട്, എവിടെ പോവാ? ചില ഈ പിള്ളേർ, ഈ വർഷിപ്പ് ടീമിലുള്ള പിള്ളേരോടൊക്കെ നമ്മൾ ചോദിക്കും, എവിടെ പോവാ? ഞങ്ങൾ വർഷിപ്പ് പ്രാക്ടീസിന് പോവാ. ഈസ് ദർ എനിത്തിങ് ലൈക്ക് എ വർഷിപ്പ് പ്രാക്ടീസ്? ഈ വർഷിപ്പ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടോ? ബ്രദറുകാർ ബന്ധുക്കൂസാരെ നോക്കി ആദ്യം ചോദിക്കുന്നത്, നിങ്ങളോട് പോ വർഷിപ്പ് പ്രാക്ടീസിന് പോകായിരിക്കും. ഞങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല, ഞങ്ങൾ ആരാധിക്കാറേ ഉള്ളൂ. ആരാധന എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ വരുന്നൊന്നുമല്ല. നമ്മളവിടെ പോയി കീ പിടിച്ച് സിയും മേജറും മൈനറും പിടിച്ച് വരുന്നതല്ല വർഷിപ്പ്. അത് സിംഗിങ്. ഞങ്ങൾ സിംഗിങ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ദാറ്റ് ഈസ് മോർ ബെറ്റർ. ഞാൻ ഈ പറയുന്ന വർഷിപ്പ് ലീഡേഴ്സിന്റെ വലിയ ആഴമേറിയ കാര്യങ്ങളാണ്. വർഷിപ്പ് ലീഡറുമായിട്ടൊന്നും ബന്ധമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ആണോ എന്ന് ചിന്തിക്കുമൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്തോത്രം. അത് നമുക്ക് വർഷിപ്പ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ എന്തോ സംഭവിക്കും? നമ്മളെല്ലാവരും കരയും, സ്നേഹമുള്ളവര്. അതൊരു നാച്ചുറൽ റെസ്പോൺസാ. അല്ലാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണോ ഒന്ന് കരയുന്നത്? ഞാനിപ്പോ ഇവിടെ ഒന്നൊരു തമാശ പറഞ്ഞു എന്നിരിക്കട്ടെ, എല്ലാവരും ചിരിക്കും. എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? എല്ലാവരും വീട്ടിൽ വെച്ച് പാസ്റ്റർ ഒന്ന് തമാശ പറയും, നമുക്ക് ചിരിക്കാം. എങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണോ വരുന്നത്? അല്ല, ദാറ്റ്സ് എ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്ന പോലെ ആരാധന എന്ന് പറയുന്നതും
ഒരു നാച്ചുറൽ റെസ്പോൺസ് ആണ്. അത് പാസ്റ്റർ പറയുന്നത് കൊണ്ടോ വർഷിപ്പ് ലീഡർ പറയുന്നത് കൊണ്ടോ ഒന്നും ആരാധന വെളിപ്പെടത്തില്ല. ആരാധന ഈസ് എന്തോ പറഞ്ഞ അത് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു കാര്യം. ഉണ്ടാക്കിയ അത് എല്ലാവരും ഹല്ലേലൂയ കുറച്ചു നേരം സ്തുതിച്ചാട്ടെ, സ്തോത്രം 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 തീർന്നു. അതെന്നാന്ന് വെച്ചാൽ അത് ആ വർഷിപ്പ് ലീഡർ പറയുന്നതിന്റെ പവറിൽ മാത്രമുള്ള ഒരു സ്തോത്രമാണ്. എന്നാൽ മഹത്വം കണ്ടവൻ, തേജസ് കണ്ടവൻ, അവന്റെ ശബ്ദം ഇരമ്പിക്കൊണ്ടിരിക്കും. ആമേൻ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, പെരുവെള്ളത്തിന്റെ നമ്മൾ ഈ ബീച്ചിൽ പോയി നിന്നാല് വെള്ളത്തിന്റെ ഇരച്ചിൽ ആ ശബ്ദം കേൾക്കാമല്ലോ. ബീച്ചിൽ നിന്ന് ഫോൺ വിളിച്ചാൽ പോലും കേൾക്കുകയില്ല. അപ്പൊ അവിടെ ഈ ശബ്ദം, ബീച്ചിന്റെ തിരമാലകൾ നിൽക്കുന്നില്ല, കടലിലെ തിരമാലകൾ നിൽക്കുന്നില്ല. നിൽക്കുമോ? ഇല്ല. കടലിലെ തിരമാലകൾ നിൽക്കാതെ ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിലായിരിക്കണം ദൈവമക്കൾ ആരാധിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന. അല്ലാതെ സ്തോത്രം പറഞ്ഞാടേ സ്തോത്രം സ്തോത്രം സ്തോത്രം, ആമേൻ പറഞ്ഞാടാ ആമേൻ 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 ആമേൻ, ഇതല്ല പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ. സ്തോത്രം. എല്ലാവർക്കും നല്ലൊരു സന്ദേശം കിട്ടിയ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്തുതിക്കുന്നു, സ്തോത്രം 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 സ്തോത്രം. പിന്നെ ഇങ്ങനെ നിൽക്കുക, കുറെ നേരം കഴിഞ്ഞിട്ട് പിന്നെ പാസ്റ്റർ എല്ലാവരും സ്തുതിച്ച സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇതാണോ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ? ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ വേണ്ടി നോക്കിയിരിക്കണ്ട, എല്ലാവരും ചിന്തിച്ചാൽ മതി. നമ്മൾ മഹത്വം ഒന്നും കണ്ടൊന്നുമില്ല, ആരാണ്ട് കണ്ട മഹത്വത്തെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ നമ്മള്. സ്തോത്രം. സന്തോഷിച്ചേ പറ്റൂ, ഇതാണ് യാഥാർത്ഥ്യം. ചിലരുടെ മോന്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, ആദ്യമായിട്ട് കേൾക്കുന്ന കൊണ്ടാ. ഇത് തന്നെ യാഥാർത്ഥ്യം. മഹത്വം കണ്ടവൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്തുതിക്കും. ബീച്ച് കണ്ടവൻ അറിയാം, ഈ ബീച്ചിൽ ഇങ്ങനെ തിരമാലകൾ വന്നുകൊണ്ടിരിക്കും. ആരെങ്കിലും ബീച്ച് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടോണം. തിരമാല കണ്ടോണം. എങ്ങനെ തിരമാല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പല അളവിലുള്ള തിരമാലകളാണ്, മെഷർമെന്റ് ഒന്നും അല്ല, പല അളവിലുള്ള തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്ന് പറയുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ സ്തുതി. ആമേൻ. നമ്മൾ കൈ അടിക്കുന്നത് 4 കൈ അടിച്ച് നിന്നു, സ്തോത്രം. പിന്നെ നെറ്റിക്ക വീർപ്പൊക്കെ തൂത്ത് കളഞ്ഞേച്ച് എപ്പോഴാ കഴിയുന്നേ എന്ന് പറയുന്നത് നല്ല ആരാധന. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ എന്ന് പറഞ്ഞാൽ അതല്ല, അത് നിൽക്കുകയായിരുന്നേ, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക എന്ന് മാത്രമല്ല, അത് കാണുന്നവർക്ക് വലിയ സന്തോഷമാണ്. ഈ കണ്ട ജനം എല്ലാം ബീച്ചിൽ പോയി നിൽക്കുന്നത് എന്തിനാ? ഈ തിരമാല കാണാനാ പോയി നിൽക്കുന്നത്. ആ തിരമാലകൾ വരുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമാണ്. ദൈവമക്കളെ, നമ്മൾ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്തുതിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടെ അത് സന്തോഷമാണ്. സ്തോത്രം. സ്തോത്രം. ഞാൻ പറഞ്ഞു പറയിപ്പിച്ച എത്ര പറയാന്. പെരുവെള്ളത്തിന്റെ ഇരച്ചു പോലെ നാച്ചുറലായിട്ട് ഇങ്ങനെ വരട്ടെ, ഒഴുകട്ടെ അങ്ങോട്ട്. മോശ പറയുകയാണ്, ഈ പ്രതിഗാനം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ജസ്റ്റ് ഈ പാട്ട് പാടുക. എല്ലാവരും പറഞ്ഞാട്ടെ സ്തോത്രം. അപ്പൊ എല്ലാവരും പറഞ്ഞു സ്തോത്രം. എല്ലാവരും പറഞ്ഞാട്ടെ ആമേൻ ആമേൻ. എല്ലാവരും പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. 3 അല്ലല്ലേ പറഞ്ഞു. ഇതുപോലെയുള്ള പ്രതിഗാനം കൊണ്ട് വലിയ പ്രയോജനം. മോശ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ജയത്തിന്റെ ആർപ്പല്ല, തോൽവിയുടെ കരച്ചിലുമല്ല, വെറും ഒരു പ്രതിഗാനം എന്നാ പറഞ്ഞു. അതുകൊണ്ട് ഇനി ആരും പ്രതിഗാനം ചെയ്യണ്ട. പ്രതിഗാനമല്ല വേണ്ടിയത്. നമുക്ക് വേണ്ടിയത് ജയിച്ചവരുടെ ആർപ്പാണ് വേണ്ടിയത്. ഇനി എവിടെയെങ്കിലും തോറ്റവരുടെ വിലാപം ഉണ്ടെങ്കിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവരെ ജയിച്ചവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ജയിച്ചവരാണ് ഞങ്ങൾ ജയിക്കും ജയിക്കും എന്ന് പി ജോബിനോട് ചേർന്ന് പാടിക്കൊണ്ടിരുന്നാ പോരാ, ജയിച്ചവരെ പോലെ സ്തുതിക്കണം. യോശുവ പറഞ്ഞു അവിടെ വലിയ ആർപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു, നൃത്തങ്ങൾ കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. കയ്യിൽ ബൈബിളായിരിക്കുന്നത്, എന്നാലും മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അതായത് ബൈബിൾ കീറി കളഞ്ഞു. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവനെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ഇതാണ് ഈ പാസ്റ്റർമാരുടെ സ്വഭാവം. ആമേൻ. കുടിപ്പിച്ചു കളയും ഇവരെ. ഈ സാധനമല്ല, മോശയുടെ ആ കോപം തോന്നിക്കണം. പിന്നെ എങ്ങനെയാ ഇയാളെ ഇവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറ. ഈ രക്ഷിക്കപ്പെട്ടവർക്കാണ് ഇഷ്ടപ്പെടുകയില്ല, പിന്നെ രക്ഷിക്കപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടുവോ? ഈ ജാതികളായിട്ടുള്ള കണ്ടകളച്ചാണ് ആൾക്കാരെല്ലാം കൂടെ മിസ്രൈമിലെ അവിടെ കാളക്കുട്ടി ആരാധിച്ചവരും അവിടുത്തെ ദേവന്മാരെ ആരാധിച്ചു ഒക്കെ വന്ന് കിടക്കും. മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ പലപ്പോഴും ഉപദേശിമാരെ പ്രസംഗിക്കും ഇതെല്ലാം ദൈവമക്കളൊന്നും അല്ല. ദൈവമക്കളാണ് കാളക്കുട്ടിയുടെ പുറകെ പോകുന്നത്. അവരൊന്നും ദൈവമക്കളൊന്നും അല്ല. അവര് മംഗളാദേവി എന്നും അവര് പിന്നെ സുബ്രഹ്മണ്യം എന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നവരവരെല്ലാം. അതെല്ലാം ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് കിടക്കുക. അതിനകത്ത് അവരുടെ ലീഡർ ഒരു മോശയാന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു രക്ഷിക്കപ്പെട്ട ഒരു വലിയ ഭക്തനാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ആണെന്നിരിക്കട്ടെ, സഭായോഗം നടത്തുന്ന ഒരു പാസ്റ്റർ ആണെന്നിരിക്കട്ടെ, എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യക്കാരെല്ലാം എന്നെ സ്വർഗത്തിൽ പോകും. ഇന്ത്യക്കാരെല്ലാം എന്നെ രക്ഷിക്കപ്പെട്ടവരാണ്. പ്രധാനമന്ത്രി രക്ഷിക്കപ്പെട്ടതൊക്കെ ആയിരിക്കും ശരി തന്നെ, ഇന്ത്യക്കാരെല്ലാം രക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അവിടെ. ദൈവമക്കളെ ഇസ്രായേൽ മക്കളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ദൈവമക്കളെ കമ്പയർ ചെയ്യുന്ന അനാഖ്യമല്യന്മാരുമായിട്ടുള്ള പോരാട്ടത്തിൽ കനാൻ ദേശത്ത് ചെന്നവരുമായിട്ടാണ് നമ്മളെ കമ്പയർ ചെയ്യുന്നത്. അല്ല ഈ കിടക്കുന്ന കൺകണ്ട ജാതികളൊന്നുമല്ല. ആമേൻ. അത് പോട്ടെ, അത് സാരമില്ല. അപ്പൊ അവരെല്ലാം കൂടെ വന്നപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ദൈവത്തെ ഈ കൂട്ടത്തിൽ രക്ഷിക്കപ്പെട്ടവരൊക്കെ കാണുന്നു. ഈ കൂട്ടത്തിൽ നമുക്ക് കാണാം. ഈ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നില്ല, 20 വയസ്സ് താഴെയുള്ള പിള്ളേരൊക്കെ, ഇവന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം പിടിച്ച് പാടിപ്പിച്ച് കാണും ഈ കൂട്ടത്തിൽ നിന്ന്.
ഇതിന്റെ കൂട്ടത്തിൽ ഡാൻസ് കളിക്കണം. അപ്പം അപ്പനും അമ്മയും വന്ന് പറയും, നീ എന്തോടാ നോക്കി നിൽക്കുന്നത്, ഡാൻസ് കളിക്കടാന്ന് പറയും. ഇല്ലയോ? രാഷ്ട്രീയക്കാരുടെ മക്കള് അവരെ രാഷ്ട്രീയക്കാരായിട്ട് വളർത്തും. പിന്നെ വക്കീലിന്റെ മക്കളെ വക്കീലായിട്ട് വളർത്തും. ഡോക്ടറിന്റെ മക്കളെ എന്തായിരിക്കും ആക്കുന്നത്? ഡോക്ടറായിട്ട് വളർത്തും. ബിസിനസ്മാൻ അവരുടെ ബിസിനസ് ഏറ്റെടുക്കത്തക്ക നിലയിലായിരിക്കും മക്കളെ വളർത്തുന്നത്. ഉപദേശിയോ നേഴ്സായിട്ട് വളർത്തും. നേഴ്സ് വേണ്ടിയിട്ടല്ല, ഇച്ചിരി കൂടിയതായിരുന്നു നോക്കിയത്. പിന്നെ ഉപദേശിയുടെ മക്കൾ ഇത്രയൊക്കെ പറ്റുള്ളൂ, അതുകൊണ്ട് നേഴ്സെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് നേഴ്സായിട്ട് വളർത്തും. ദൈവമക്കളോ? ദൈവമക്കളെല്ലാം മക്കളെ ദൈവമക്കളായിട്ട് വളർത്തണം എന്ന് പറഞ്ഞ പോലെ ഇവിടെയുള്ള കാളക്കുട്ടിയെ സമയം പോയി, ഞാനിപ്പോ നിർത്താം. കാളക്കുട്ടിയെ ആരാധിക്കുന്നവരൊക്കെ കാളക്കുട്ടി ആരാധിക്കുന്നവരുടെ മാതാപിതാക്കൾ വന്ന് പിള്ളേരുടെ ഡാൻസ് കളിക്കണം, നീ എന്തോ നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞാണ്. ഇപ്പൊ ഇവനൊക്കെ ദൈവമേ ഇത് മോശ ഇങ്ങനെയല്ല പഠിപ്പിച്ചേ, മോശ പാസ്റ്റർ പഠിപ്പിച്ച വേറൊരു രീതിയിൽ. അതായത് അപ്പനും അമ്മയും വന്ന് ഇനി അത് ചെയ്തില്ലെങ്കിൽ പിന്നെ നീ പോയിട്ട് മന്ന തന്നില്ല ആ പട്ടണ വന്നാൽ ഡാൻസ് കളിച്ചേക്കാന്ന് പറഞ്ഞ് ഇവരും അങ്ങനെ ഡാൻസ് കളിച്ച് കാണും എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. എന്നാൽ മോശ വന്ന് ഇവരെ എല്ലാം കുടിപ്പിക്കുകയാണ്. എല്ലാം തിന്നണമെന്ന് പറഞ്ഞ എല്ലാം കാളക്കുട്ടി ആരാധിച്ചിട്ട് നിൽക്കുകയെല്ലാം തിന്നാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അഹറോൻ കള്ളം പറഞ്ഞു. 31 വാക്യം, ഈ മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. മോശ ദൈവത്തോട് പറയുകയാണ്, അവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകങ്ങളിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ എന്ന് പറയുകയാണ്. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ട്. മോശ അവിടെ നിന്നിട്ട് പറഞ്ഞു, വാതിക്ക് നിന്നിട്ട് പറഞ്ഞു, ദൈവത്തിനുള്ളവരെല്ലാം ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ഈ പാളയത്തിലുള്ള ഈ ജനത്തെ എല്ലാം നോക്കിയിട്ട് ദൈവത്തിനുള്ളവരെല്ലാം മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ലേവി ഗോത്രത്തിലുള്ള എല്ലാവരും ഇങ്ങോട്ട് മാറി നിന്ന് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിനുള്ളവരാണെന്ന് പറഞ്ഞ് മാറി നിന്നു. ഇവന്മാര് ഡാൻസ് കളിച്ചവന്മാരാ ആട്ടെ, ഇപ്പോഴെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടായല്ലോ, സ്തോത്രം. എന്നിട്ട് എല്ലാവരും മാറി നിൽക്കാൻ പറഞ്ഞു. മോശ പറഞ്ഞു, നീയൊക്കെ വാളെടുത്തോണ്ട് പോയി ബാക്കിയുള്ള എല്ലാവരും കൊല്ലാൻ പറഞ്ഞു. കുറെ പേരെ കൊന്നു. ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, അനുസരണമാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ വന്നിട്ട് മോശ ചെന്ന് പറയാണ്, ദൈവമേ, ഈ ജനത്തോട് നീ വീണ്ടും കോപിക്കുകയാണെങ്കിൽ എല്ലാവരും കൊന്നുകളഞ്ഞേരെ, കൊല്ലാനാണ് നിനക്ക് ഭാവമെങ്കിൽ എന്നെ ആദ്യം അങ്ങ് കൊന്നേരെ, വേറെ ആരും ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് മോശ പക്ഷപാതം ചെയ്തു. അങ്ങനെ പല സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 33 അധ്യായത്തിന്റെ 11 ഭാഗത്തിൽ ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ദൈവം എങ്ങനെയാണ് സംസാരിച്ചത്? സ്നേഹിതനോട്. നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ആരോടാണ്? ഏറ്റവും അടുത്ത സ്നേഹിതരോട്. ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ സംസാരിക്കും എന്ന് പറയുന്നത് പോലെ ദൈവം വളരെ ഫ്രീ ആയിട്ടാണ് സംസാരിച്ചത്. അത് നമുക്ക് ആ 7 വാക്യത്തിൽ, മോശ കൂടാരം എടുത്ത് പാളയത്തിന് 33 അധ്യായം പുറത്ത് ദൂരത്ത് അടിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിൽക്കൽ നിന്നു. മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിൽക്കൽ വെച്ച് നമസ്കരിച്ചു. ഇതുവരെ അവർ കാളക്കുട്ടിയെ നമസ്കരിച്ചു. എന്നാൽ ദൈവത്തിന്റെ തേജസ് കണ്ടപ്പോൾ എന്താണ് റെസ്പോൺസ്? അവർ നമസ്കരിച്ചു. ദൈവത്തെ നമ്മൾ നമസ്കരിക്കണമെങ്കിൽ ദൈവത്തിന്റെ മേഘം നമ്മൾ കാണണം, ദൈവത്തിന്റെ തേജസ് നമ്മൾ കാണണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. എന്നിട്ട് ഓരോരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായി നൂന്റെ മകനായി യോശുവ എന്ന ബാല്യക്കാരന്റെ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. രക്ഷിക്കപ്പെട്ട ഒരാള്, സ്തോത്രം, ശരിക്കും രക്ഷിക്കപ്പെട്ട ഒരാള് ആരാണ്? യോശുവ. പലരുണ്ട്, എന്നാൽ അതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് യോശുവ. രക്ഷിക്കപ്പെട്ടു മോശയോട് കൂടിയുള്ള അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് ഇവനെയൊക്കെ വേണം എടുക്കാൻ. ഇവനെ ഒന്നും വാടകയ്ക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒന്നും അവനെയൊക്കെ വേണം അവനായല്ലോ അസിസ്റ്റന്റ് പാസ്റ്റർ അല്ല, സീനിയർ പാസ്റ്ററോ പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വീണ്ടും കാണുന്നു. 17 വാക്യം, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു. അപ്പൊ ഈ പാരഗ്രാഫ് 33 അധ്യായത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ് വായിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ തേജസ്. മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്റെ തേജസ്. ദൈവമക്കളെ, ഇതുപോലെയുള്ള പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കാണും. ലോകക്കാരെല്ലാം ചെയ്യുന്നത് ചെയ്യാൻ നമുക്ക് വ്യവസ്ഥയില്ല. അതിൽ നിന്ന് മാറി നിന്ന് അവരുടെ കണ്ണ് തുറക്കാൻ വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കുന്നത്. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തിന്റെ തേജസ് കാണുവാൻ നമുക്കിടയായി തീരുന്നത്. അങ്ങനെ ദൈവത്തിന്റെ തേജസ് കാണുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന്റെ തേജസ് കാണുവാൻ മാത്രമായിരിക്കണം നമ്മുടെ ആഗ്രഹം. എത്ര ദിവസം നമ്മൾ ലോകത്ത് ജീവിച്ചു എന്നുള്ളത് കാര്യമില്ല, എന്ത് നേടി എന്നുള്ളതിലും കാര്യമില്ല. ദൈവത്തിന്റെ തേജസ് കണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ദൈവത്തിന്റെ തേജസ്, അതിനെപ്പറ്റി അറിയുവാൻ നമുക്ക് സാധിച്ചല്ലോ. ദൈവം ഇത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള കാരണം, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭക്തനായ പാസ്റ്റർ, ലീഡർ, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു മോശ.
മോശ ജനത്തെ സന്തോഷിപ്പിക്കാനല്ല നിന്നത്. പല പാസ്റ്റേഴ്സും സംസാരിക്കുന്ന മുഴുവൻ ജനത്തെ സന്തോഷിപ്പിക്കാനാണ്. സന്തോഷമല്ല വേണ്ടിയത്, ദൈവമാണ് വേണ്ടിയത്. ദൈവം ഒരാളുടെ ഹൃദയത്തിൽ വരുമ്പോൾ സന്തോഷം ഉണ്ടായിക്കൊള്ളും തന്നെ. അതുകൊണ്ട് ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ. ദൈവം നമ്മളോട് മുഖാമുഖം സംസാരിക്കുന്ന ഒരു അനുഭവമാണ്. മോശയിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? മോശയോട് ദൈവം കൂട്ടുകാരനോട് എന്നപോലെ സംസാരിച്ചു എന്നാണ് കാണുന്നത്. അതുപോലെ നമ്മളോട് സംസാരിക്കാൻ ദൈവത്തിന് മനസ്സുണ്ട്. അത് കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടോ? അത് കേൾക്കാൻ നമ്മൾ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. സാമച്ചൻ പാസ്റ്ററിന്റെ അടുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് നമ്മളോട് പറയട്ടെ, സാരമില്ല. എന്നാൽ ദൈവം ഇഷ്ടപ്പെടുന്നത് എന്നോട് സംസാരിക്കാനാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. മോശയല്ലാതെ മറ്റൊരു ലീഡർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജനമെല്ലാം അവിടേക്ക് പോകുമെന്ന്. കാരണം മോശ, നമ്മൾ സാധാരണഗതി ചിന്തിക്കുമ്പോൾ വലിയ ദേഷ്യക്കാരനാണ് മോശ. ഈ ബൈബിളൊക്കെ എറിഞ്ഞ് കീറിയ മനുഷ്യനാണ്, കീറി കളഞ്ഞു വിഗ്രഹം, ഇതൊക്കെ ഉടച്ചു കളഞ്ഞിട്ട് വിഗ്രഹം പൊടിയാക്കി ജനത്തെ കുടിപ്പിച്ചു എന്നൊക്കെ കാണുന്ന വലിയ കോപിഷ്ഠനായ മനുഷ്യനാണ്. അപ്പോൾ ജനത്തിന് പറയാം അഹറോൻ ഈസ് ബെറ്റർ, അഹറോനാണ് നല്ലത് എന്ന് പറയാമായിരുന്നു. എന്നാൽ അഹറോൻ വന്ന് പറഞ്ഞതോ കള്ളമാണ് പറഞ്ഞത്. അതാണ് പല ചക്കരവാക്കുകൾ കേൾക്കുമ്പോഴും നമ്മൾ വിശ്വസിക്കും, എന്നാൽ പലതും കള്ളത്തരമാണ്. കള്ളത്തരം ആൾക്കാർ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു പ്രേരണ വരുമ്പോഴാണ്. ദൈവത്തിൽ നിന്ന് എപ്പോൾ ഒളിച്ചോടുന്നോ അപ്പോൾ കള്ളം പറയും, അല്ലെങ്കിൽ നമുക്ക് സത്യത്തോടെ നിൽക്കാൻ കഴിയും. സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട ആലോചനയ്ക്ക് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചു.